ഗുഡ് മോർണിംഗ് എവരിവൺ. നിഷ് ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. സാമൂഹ്യ നീതി വകുപ്പും നിഷും സംയുക്തമായി 2015 മുതൽ നടത്തിവരുന്ന ഭിന്നശേഷി അവബോധ പരിപാടിയാണ് നിഡാസ്. ഭിന്നശേഷിയുള്ളവരെയും അവരുടെ മാതാപിതാക്കളെയും അവരെ പരിപാലിക്കുന്നവരെയും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പലതരത്തിലുള്ള ഭിന്നശേഷിയെക്കുറിച്ചും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ബോധവാന്മാർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തിവരുന്നത്. ഇന്നത്തെ സെക്ഷനിൽ സൈൻ ലാംഗ്വേജ് പരിഭാഷ ഉണ്ടായിരിക്കുന്നതാണ്. ആവശ്യമുള്ള പാർട്ടിസിപ്പൻസ് സ്ക്രീനിൽ ശാന്തി PS-നെ പിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ സെക്ഷൻ ഗൂഗിൾ മീറ്റിലൂടെയും നിഷിന്റെ യൂട്യൂബ് ചാനൽ വഴി ലൈവ് സ്ട്രീമിംഗും ഉണ്ടായിരിക്കുന്നതാണ്. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ മാനസിക ആരോഗ്യം എന്ന വിഷയത്തിൽ ഇന്നത്തെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ സൈക്കോളജിസ്റ്റായ സിയാന റഫീഖാണ്. ഈ മേഖലയിൽ മാഡത്തിന്റെ പരിചയസമ്പത്ത് തീർച്ചയായും നമ്മുടെ ഇന്നത്തെ സെക്ഷന് നല്ലൊരു മുതൽക്കൂട്ടാണ്. പങ്കെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്യും. അത് ഓപ്പൺ ചെയ്ത് ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ഇന്നത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിനായി സിയാന റഫീഖ് മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു രാഹുൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഇന്ന് നമ്മൾ പോകുന്ന വിഷയം മാനസികാരോഗ്യം, ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ മാനസികാരോഗ്യത്തിനെ കുറിച്ചാണ്. മാനസികാരോഗ്യം എന്നുള്ള രണ്ട് വാക്ക്, അതിലെ ആരോഗ്യം എന്നുള്ള വാക്കിനെ അതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. നമ്മൾ എപ്പോഴും ആരോഗ്യം എന്ന് പറയുന്നത് എന്തിനാ? ശാരീരിക ആരോഗ്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെ? എപ്പോഴും ശരീരത്തിന് സുഖമില്ലായ്മ ഇല്ലാത്ത അവസ്ഥ, അതായത് ശരീര സുഖമുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിത്യജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ അസുഖങ്ങൾ മുതൽ പനി, ജലദോഷം, അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ നേരിടുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തി അല്ലെങ്കിൽ മാരക രോഗങ്ങളൊന്നും കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നില്ല എന്ന് തോന്നുകയാണെന്നുള്ള എല്ലാ വ്യക്തിയെയും നമ്മൾ ആരോഗ്യമുള്ള ഒരു വ്യക്തി എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? ശരിക്കും അതാണോ ആരോഗ്യം എന്ന് പറയുമ്പോൾ? ശാരീരികാരോഗ്യം മാത്രമാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളുടെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ആരോഗ്യം എന്നുള്ളത് ശാരീരികാരോഗ്യത്തിന് മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം. അപ്പോ മാനസികാരോഗ്യം എന്നതും കൂടി ചേർന്നാൽ മാത്രമേ ഒരു വ്യക്തി ശാരീരികവും മാനസികവുമായിട്ട് ആരോഗ്യം മെച്ചപ്പെട്ട ഒരു വ്യക്തിയെ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇനി പറയാം എന്താണ് മാനസികാരോഗ്യം എന്നുള്ളത്. അപ്പോ നിങ്ങൾ കണ്ടു, മാനസികാരോഗ്യം എന്നുള്ളത് നമ്മുടെ വൈകാരികവും മാനസികവും സാമൂഹികവുമായ ഉന്നമനമാണ്. അതായത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ നമ്മൾ നേരിടുന്നു, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളെ, മറ്റു പ്രശ്നങ്ങളെ ഒക്കെ ഫലപ്രദമായി നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ അതിന് മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളൊരു മികച്ച മാനസിക ആരോഗ്യമുള്ള ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാൻ കഴിയും. മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇടപെടുന്നു, സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയൊക്കെ തരണം ചെയ്യുന്നു, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, മെച്ചപ്പെട്ട രീതിയിൽ ഈ സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള തീരുമാനങ്ങൾ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുന്നു, ഇതൊക്കെ ഓരോ വ്യക്തികളുടെയും മാനസികാരോഗ്യത്തിന് ബന്ധപ്പെട്ടിരിക്കും. ഇതൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് മാനസിക ആരോഗ്യമുള്ള ഒരു വ്യക്തി എന്ന് തന്നെ വിളിക്കാം. അപ്പൊ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് മാനസിക രോഗമില്ലാത്ത അവസ്ഥയല്ല. മാനസിക ആരോഗ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു മിഥ്യാധാരണ എന്ന് പറയുന്നത് മാനസിക രോഗം ഉള്ള ഒരു വ്യക്തിയാണ് മാനസിക രോഗി, അല്ലെങ്കിൽ മാനസിക ആരോഗ്യം എന്നൊക്കെ പറയുന്നത് എപ്പോഴും കോറിലേറ്റ് ചെയ്ത് പരസ്പര പൂരകങ്ങളായിട്ട് പറയുന്ന ഒരു വാക്കാണ്. അപ്പോൾ അങ്ങനെയല്ല. മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് മാനസിക രോഗമില്ലാത്ത അവസ്ഥ എന്നുള്ളതിൽ കവിഞ്ഞ് കുറെ കാര്യങ്ങളുണ്ട്, കുറെ കോൺസെപ്റ്റ് അതിൽ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ വൈകാരികമായ ക്ഷേമമാണ്. അതായത് നമ്മുടെ ഓരോ വികാരങ്ങളെ നമ്മൾ എങ്ങനെയാണ് പുറത്തേക്ക് കാണിക്കുന്നത്.
അതായത് നമുക്ക് ദേഷ്യം വരുമ്പോ, അല്ലെങ്കിൽ സങ്കടം വരുമ്പോ, സന്തോഷം വരുമ്പോ, ഇതൊക്കെ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? നമ്മൾ ഓരോ കാര്യങ്ങളും പ്രകടിപ്പിക്കുന്നതിന് ഓരോ രീതിയുണ്ട്. ഇപ്പോ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനാണെങ്കിലും ദേഷ്യം പ്രകടിപ്പിക്കുന്ന, പൊതുസ്ഥലത്ത് നിന്ന് നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ സങ്കടങ്ങളെ ഓരോരുത്തർ ഓരോ രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പം ആ രീതിയിൽ വൈകാരികമായിട്ട് നമുക്ക് ഉള്ള കാര്യങ്ങളെ, ഈ പറഞ്ഞ സന്തോഷം, ദേഷ്യം, സങ്കടം തുടങ്ങിയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് പെരുമാറാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ എപ്പോഴും മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് തന്നെയാണ്. രണ്ടാമത്തത് മാനസികമായ ക്ഷേമം. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, അതുപോലെ തന്നെ പ്രശ്നങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, അതെങ്ങനെ പരിഹരിക്കുന്നു, നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന വെല്ലുവിളികളെ എങ്ങനെ നമ്മൾ നേരിടുന്നു. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും ഓരോരോ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പെട്ടെന്ന് ഒന്നും നമ്മൾ മുൻകൂട്ടി കാണുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. ചിലത് നമ്മൾ ായിട്ടുള്ളതായിരിക്കാം, ചിലത് പ്രതീക്ഷിക്കുന്നത് തന്നെ ആയിരിക്കാം, ചിലത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നടക്കുന്നു, ചിലത് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോകുന്നു. അപ്പം ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് നമ്മുടെ മാനസികമായ ക്ഷേമം എന്ന് പറയുന്ന ആ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നീട് സാമൂഹികമായ ക്ഷേമമുണ്ട്. അതായത് നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റുമുള്ളവരുമായിട്ട് നമ്മൾ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു ബന്ധം നിലനിർത്തുന്നു, അല്ലെങ്കിൽ അവരോട് എങ്ങനെ ഇടപഴകുന്നു, ഇതെല്ലാം സാമൂഹിക ക്ഷേമം എന്ന് പറയുന്ന ഏരിയ. അപ്പം ഈ പറഞ്ഞ വൈകാരികമായ ക്ഷേമം, മാനസികമായ ക്ഷേമം, സാമൂഹികമായ ക്ഷേമം, ഈ 3 ഏരിയയും നമുക്ക് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ ഒരു മാനസിക ആരോഗ്യമുള്ള വ്യക്തി, അല്ലെങ്കിൽ മാനസികാരോഗ്യം മെച്ചപ്പെട്ട ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്തിനൊക്കെയാണ് നമ്മളെ മാനസികാരോഗ്യം സഹായിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. ഒന്നാമത്തത്, നമ്മൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഗുണവും ദോഷവും, അല്ലെങ്കിൽ അത് നമുക്ക് ഗുണപ്പെടുമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ, ഏതൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അത് എങ്ങനെ നമുക്ക് വന്നു ഭവിക്കും, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ആ ഒരു കാര്യത്തിന് ഈ മാനസികാരോഗ്യം നമ്മളെ പ്രധാനമായിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ മക്കളോട് നമ്മൾ കാണിക്കുന്ന വൈകാരികമായ അടുപ്പം. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്ര അവൈലബിൾ ആണ്, അവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ, ഏതൊക്കെ സമയങ്ങളിലും നമ്മൾക്ക് അവർക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിച്ചിരിക്കും. അപ്പം ദൈനംദിനം ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ മാനസികാരോഗ്യം സഹായിക്കുന്നു. അതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്ത് തന്നെ വന്നാലും അതിനെ മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഒരു നല്ല മാനസികാരോഗ്യമുള്ള വ്യക്തിക്ക് തീർച്ചയായും സാധിക്കും. അപ്പം ഈ മേഖലയിലൊക്കെയാണ് മാനസികാരോഗ്യം നമ്മളെ സഹായിക്കുന്നത്. ഇനി മാനസികാരോഗ്യം എന്തിനൊക്കെ നിലനിർത്തണം എന്ന് നമ്മൾ പറയുന്നത്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത്. ഒരു രക്ഷകർത്താവിനെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം, കുഞ്ഞാണ് നമ്മുടെ പ്രയോറിറ്റി. അപ്പോ കുട്ടിയെ പരിചരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞിന്റെ പരിചരണത്തിൽ ഒരു സ്ഥിരത നിലനിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ ഓരോ തരത്തിലുള്ള പേരന്റിങ് സ്റ്റൈൽസ് ഒക്കെ പറയുന്നുണ്ട്, രക്ഷാകർതൃത്വ രീതികൾ എന്നൊക്കെ പറയും. അപ്പോ അത് ഓരോന്നും ഓരോ രീതിയിലാണ്. അതിനി പോകെ ഞാൻ പറയാം. അപ്പോ ഏത് രീതിയിൽ ആയാൽ തന്നെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സ്ഥിരത ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടിയിൽ നല്ലൊരു പെരുമാറ്റവും സ്വഭാവവും ഒക്കെ രൂപീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ഒരു സ്ഥിരത നിലനിർത്തണമെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട മാനസികാരോഗ്യം വേണം എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് അത്രത്തോളം ക്ഷമ വേണം, അത്രത്തോളം എനർജി നമ്മൾ കൊടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ കുഞ്ഞിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവനവന്റെ കാര്യങ്ങളിൽ, സെൽഫായിട്ടുള്ള കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ, തീരുമാനങ്ങൾ എടുക്കാനാണെന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിനെ പാകമാക്കുന്നതിനും മാനസികാരോഗ്യത്തിന് ഒരു പ്രധാനമായ പങ്കുണ്ട്. കുടുംബജീവിതത്തില് മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ പങ്കാളിയുമായി, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുമായി, നമ്മുടെ വീട്ടിലുള്ള മറ്റംഗങ്ങളുമായി മെച്ചപ്പെട്ട രീതിയിൽ ബന്ധം നിലനിർത്താനാണെന്നുണ്ടെങ്കിലും, അതുപോലെ പ്രയാസങ്ങളെ അതിജീവിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ഈ മാനസികാരോഗ്യം ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആരോഗ്യമുള്ള കുട്ടിക്കായി ആരോഗ്യമുള്ള മാതാപിതാക്കളാകുക എന്നുള്ളത്. അതെന്താ ഉദ്ദേശിക്കുന്നത്?
നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളുടെ ആദ്യത്തെ മോഡൽസ് നമ്മളാണ്. നമ്മൾ മാതാപിതാക്കൾ ഓരോരുത്തരുമാണ്. നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ തന്നെയാണ് നമ്മുടെ കുട്ടി. നമ്മള് പൊതുസ്ഥലത്ത് നിന്ന് അനാവശ്യമായി ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ വീട്ടിലാണെന്നുണ്ടെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കൂടെയുള്ള വ്യക്തികളെ കുറ്റം പറയുന്നു, അങ്ങനെയുള്ളൊരു രീതി നമ്മുടെ കുട്ടി കണ്ടു വളർന്നാൽ തീർച്ചയായിട്ടും കുട്ടിയും അത് തന്നെ കാണിക്കും. നേരെ മറിച്ച് ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ വരുമ്പോ, അല്ലെ വിഷമമുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോ അതിനെ നമ്മൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് ഒരു കുഞ്ഞ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ അവന്റെ ജീവിതത്തിലും അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോ ആ രീതിയിൽ ആ കുഞ്ഞിന് അങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു പ്രചോദനം നമ്മൾ തന്നെയാണ്. അപ്പോ ആരോഗ്യമുള്ള മാതാപിതാക്കളാവുക എന്ന് പറയുന്നത് ശാരീരികമായിട്ടും അതെ, മാനസികമായിട്ടും അതെ, നമ്മൾ ആ ഒരു ആരോഗ്യം മെച്ചപ്പെട്ട ആരോഗ്യം കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു, രക്ഷാകർതൃത്വ ശൈലി നമ്മുടെ മാനസികാരോഗ്യം പിന്തുണ നൽകുന്ന ഒരു കാര്യമാണ് ഈ രക്ഷാകർതൃത്വ ശൈലി എന്ന് പറയുന്നത്. രക്ഷാകർതൃത്വ ശൈലികൾ പല തരത്തിലുണ്ട്. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ടുള്ള രക്ഷാകർതൃത്വ ശൈലി, അതുപോലെ സ്വേച്ഛാധികാരപരം എന്നൊക്കെ പറയുമ്പോൾ അതിനെ കുറച്ച് കടുകട്ടി വാക്കുകളൊക്കെയാണ്. പിന്തുണ നൽകുന്ന, എന്തിനും പിന്തുണ നൽകുന്ന രക്ഷാകർതൃത്വ രീതി. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇടപെടലുകളൊന്നും നടത്താത്തവരുണ്ട്, അവഗണിക്കുന്ന രീതിയിലുള്ളതുണ്ട്. അപ്പം ഒരു പേരന്റും ഇന്നത് മാത്രമാണ് ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പലതിന്റെയും ഒരു ബ്ലെൻഡ്, എല്ലാം കൂട്ടിച്ചേർന്ന ഒരു രീതിയിലായിരിക്കും ചിലര് രക്ഷാകർതൃത്വം, അതായത് പേരന്റിങ് ചെയ്യുന്നത്. അപ്പോ ഈ പേരന്റിങ് സ്റ്റൈല് എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ കുഞ്ഞിന്റെ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ, ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ പെരുമാറ്റം എങ്ങനെയാണ് കുട്ടിയിൽ നല്ലൊരു പെരുമാറ്റ രീതി കൊണ്ടുവരിക, നല്ലൊരു സ്വഭാവ രീതി കൊണ്ടുവരിക, അവൻ പൊതുസമൂഹത്തോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നാളെ ഒരിടത്ത് നമ്മളെ അവനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവനെ ഒറ്റയ്ക്ക് വിടുമ്പോൾ അവിടെ എങ്ങനെ സർവൈവ് ചെയ്യണം, നിലനിന്ന് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെയും നമ്മുടെ ഈ രക്ഷാകർതൃത്വ രീതികളെ ആശ്രയിച്ച് തന്നെ. അപ്പോ മെച്ചപ്പെട്ട ഒരു മാനസികാരോഗ്യം നമുക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെച്ചപ്പെട്ട ഒരു രക്ഷാകർതൃത്വ ശൈലി, അതായത് പാരന്റിങ് സ്റ്റൈൽ നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാ? ഒരു പിന്തുണ നൽകുന്നതായിരിക്കണം. നമ്മുടെ കുഞ്ഞിന്റെ കൂടെ എപ്പോഴും നമ്മൾ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ കുട്ടിക്ക് ഉള്ളതായിരിക്കണം. അതുപോലെ ക്ഷമയോടെ അവർ പറയുന്ന എന്തിനേയും കേൾക്കാൻ നമ്മൾ തയ്യാറായിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. സ്ഥിരത ഉണ്ടാവുക എന്ന് പറഞ്ഞാല് കുട്ടിക്ക് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളെ അനുവദിച്ചു കൊടുക്കാം, പക്ഷെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അത് അമ്മ അനുവദിച്ചു കൊടുക്കില്ല, പക്ഷെ അച്ഛൻ അത് സാധിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കുട്ടി തീർച്ചയായിട്ടും ഇനിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും കുട്ടിയെ അനുകൂലിച്ച് നിൽക്കുന്ന വ്യക്തികൾ ആരാണോ അവരോടൊപ്പമേ പോവുള്ളൂ. അപ്പം അമ്മ സാധിച്ചു കൊടുക്കാത്ത കാര്യം അച്ഛൻ സാധിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിൽ തന്നെ ഒരു വൈരുദ്ധ്യമാണ്. ഇത് എവിടെയാണ്, ആരോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ കുട്ടിക്ക് ആദ്യം ഉണ്ടാകും. പിന്നീട് കുട്ടിക്ക് സ്വീകാര്യമായത് ആരാണോ ചെയ്യുന്നത് അങ്ങോട്ടേക്ക് പോകും. അപ്പം അവിടെ ഒരു അസ്ഥിരത ഉണ്ടാവുന്നുണ്ട്. കുട്ടിയെ ആ ഒരു ബിഹേവിയർ പാറ്റേൺ, കുട്ടി ചെയ്യുന്ന ചിലപ്പോൾ ഒരു മോശം പ്രവൃത്തിയായിരിക്കും, അമ്മ അല്ലെങ്കിൽ അച്ഛൻ, ഞാൻ അമ്മ എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നതെന്നല്ല ഒരിക്കലും പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി അതിനെ അനുകൂലിക്കുന്നു, മറ്റൊരു വ്യക്തി പ്രതികൂലിക്കുന്നു, അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു അസ്ഥിരത ഉണ്ടാവുന്നു. അപ്പോൾ കുട്ടിക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതും കൊടുക്കേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഒരേപോലെ സ്ഥിരതയോടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതും നമ്മുടെ ഈ പാരന്റിങ് സ്റ്റൈലും നമ്മുടെ മാനസികാരോഗ്യവുമായിട്ട് വളരെയധികം പൂരകങ്ങളായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമായിട്ടുള്ള ബന്ധം, ഞാൻ മുന്നേ പറഞ്ഞു, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ അവൈലബിൾ ആയിരിക്കുക, കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളുക എന്ന് പറയുന്നതും അവർക്ക് ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യിക്കുക. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളോട് വന്ന് പറയണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളൊരു ബോധ്യം വേണം. അതൊരു പ്രയാസത്തിൽ അല്ലെങ്കിൽ ഒരു മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവൈലബിലിറ്റി കൊടുക്കുക, നമ്മുടെ കുഞ്ഞിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അപ്പം അതും നമ്മുടെ രക്ഷാകർതൃത്വവും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെയും അത് ബാധിക്കുന്നുണ്ട്. നമ്മുടെ മാനസികാരോഗ്യം, കുട്ടിയുമായിട്ടുള്ള ബന്ധം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒന്നിലധികം ഉത്തരവാദിത്വങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഊർജം പോകുന്നുണ്ട്, നമ്മൾ ഡ്രെയിൻഡ് ഔട്ട് ആവും, നമുക്ക് പല കാര്യങ്ങളും പിന്നീട് ചെയ്യാൻ സാധിക്കാതാവും. പ്രത്യേകിച്ച് ജോലിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾ, അതുപോലെ വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഊർജം നഷ്ടമാകും. അപ്പോ
അവിടെയും നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് നമ്മൾ ചെയ്തേ പറ്റൂ. നമുക്ക് അതിന് പകരമായിട്ട് ഒരു പക്ഷെ ആളെ വെക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ മാനസികാരോഗ്യത്തിന് സുരക്ഷിതമായിട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ, ഞാൻ മുന്നേ പറഞ്ഞ 2 പോയിന്റ് അടക്കം, രക്ഷാകർതൃത്വ ശൈലിയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടിക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളേണ്ട കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു സ്ഥിരത കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങൾ, തൊഴിൽപരമായ നമ്മുടെ വിദഗ്ധർ, അല്ലെങ്കിൽ നമ്മുടെ പിന്തുണാ സംവിധാനം, കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പിന്തുണാ സംവിധാനങ്ങൾ എന്നിവരോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക. അപ്പൊ എനിക്ക് എന്റെ കുഞ്ഞിന് ഇന്ന ആവശ്യങ്ങളുണ്ട്, അവർക്ക് ഇന്ന അത്യാവശ്യങ്ങൾ ഇന്നൊക്കെ ചെയ്ത് കിട്ടേണ്ടതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അവരോട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്തുള്ള ഒരു ചിന്താശേഷി വേണം. ആ ചിന്താശേഷി വേണമെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യം സ്റ്റെബിലൈസ്ഡ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ കുഞ്ഞിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, നമ്മുടെ കുട്ടികൾ ഇപ്പം ഭിന്നശേഷിക്കാരായ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം തെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഉള്ള ഒരു രീതി ആയിരിക്കില്ല. കുട്ടി കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു 3-4 മാസം കഴിയുമ്പോൾ തെറപ്പിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്ന ഒരു കുഞ്ഞിന്റെ, ഒരു പേരന്റിന്റെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും കുഞ്ഞില് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോ നമ്മുടെ കുട്ടിക്ക് എത്രത്തോളം പുരോഗതി ഉണ്ടായില്ലേ എന്നുള്ളതൊക്കെ നമ്മുടെ ഈ മാനസികാരോഗ്യത്തെ കൂടെ ബാധിച്ചിരിക്കും. നമ്മൾ സ്ഥിരം കാണുന്ന മാതാപിതാക്കളെ കാണുമ്പോൾ പലരും പറയാറുണ്ട്, എന്റെ കുട്ടി ഞാൻ വന്നിട്ട് ഇത്ര നാളായി, അതിനകത്ത് മാറ്റം വരുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഒരു കംപ്ലൈന്റ് ചിലരെങ്കിലും പറയാറുണ്ട്. അപ്പോ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ കുട്ടിക്ക് ഉണ്ടാകുന്ന പുരോഗതി എത്രത്തോളം ചെറിയതാണെങ്കിൽ പോലും, ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിൽ പോലും കുഞ്ഞിനുണ്ടാകുന്നതിനെ നമ്മൾ തൃപ്തിയോടെ അംഗീകരിക്കണം. പിന്നെ കൂടുതൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതും, ഈ അംഗീകരിക്കുക എന്നുള്ളതും, കുട്ടിക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഈ 2 കാര്യങ്ങളും ഈ പറഞ്ഞ മാനസികാരോഗ്യം മെച്ചപ്പെട്ടതാണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് വാസ്തവം. മാതാപിതാക്കൾ സാധാരണയായി നേരിടുന്ന ചില മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോ ഞാനിപ്പോ ഈ പറയുന്ന ഒരു കാര്യവും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നേരിടുന്ന കാര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും കോമൺ ആയിട്ട് എല്ലാ മാതാപിതാക്കളും നേരിടുന്ന പ്രശ്നങ്ങളും ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ മാതാപിതാക്കൾക്ക് സാധാരണയായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ രക്ഷാകർതൃത്വത്തിനിടയിൽ, കുട്ടിയെ നമ്മൾ നോക്കുന്നതിനിടയിൽ കുട്ടിയുടെ ആവശ്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, കണ്ടു മനസ്സിലാക്കി ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, തെറപ്പി ചെയ്യുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ കൂടെ ആവശ്യങ്ങൾക്ക് പരിഗണിക്കേണ്ടി വരുന്നതിന്റെ ഒരു സമ്മർദ്ദം ചിലരിൽ കാണാറുണ്ട്. എന്റെ ആരോഗ്യ പ്രശ്നങ്ങളാവാം, എന്റെ മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളാകാം, ശാരീരികമാവാം, മാനസികമാവാം, ഇതിൽ ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് ചില വ്യക്തികളിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം പരിമിതികളെ കുറിച്ചുള്ള ഉത്കണ്ഠ. ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നാളെ എന്ത് എന്നുള്ള കാര്യത്തിൽ എല്ലാ മാതാപിതാക്കൾക്കും ആശങ്കയുണ്ട്. അവരെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു സമൂഹത്തിലേക്ക് കൊണ്ടുപോവുക, അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ എന്റെ കുഞ്ഞിനെ ഇപ്പൊ തെറപ്പിക്ക് കൊണ്ടുവരുന്ന ഒരു അമ്മയാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു വിഷയമാണ്, ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടോ എന്നുള്ള ഒരു സ്വയം ഒരു വിശ്വാസമില്ലായ്മ പല അമ്മമാരും അല്ലെ പല അച്ഛന്മാരും കാണിക്കാറുണ്ട്. എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ കാണിക്കാറുണ്ട്. അപ്പൊ ഇതും ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പേരൻസിന്റെ സൈഡിൽ നിന്ന് അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണത്. അതുപോലെ താരതമ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നു. ഇപ്പോ മറ്റു കുട്ടികളെ വെച്ചിട്ട് ഇപ്പൊ ചില കുടുംബാംഗങ്ങൾ തന്നെ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അവരുടെ കുട്ടി അത് ചെയ്യുന്നുണ്ടല്ലോ, ആ കുട്ടിയെ ഇതിന് തെറപ്പിക്ക് കൊണ്ടുപോയിട്ട് ഇത്ര നാളായല്ലോ, നമ്മുടെ കുട്ടി പോയിട്ട് ഇത്ര നാളായി, അപ്പം അത് മെച്ചപ്പെടുന്നില്ല, കുട്ടിയിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല, അതെന്താണ് അങ്ങനെ, നീ അത് ശ്രമിക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ അത് ശ്രമിക്കാത്തത് കൊണ്ടാണോ എന്നുള്ള ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോ തീർച്ചയായിട്ടും നമ്മളോട് തന്നെ ഒരു ആശങ്ക നമുക്ക് തോന്നാറുണ്ട്. ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ, അല്ലെങ്കിൽ ഇത്രത്തോളം അതൊരു സ്ട്രെസ് തന്നെ, ഒരു സമ്മർദ്ദം തന്നെയാണ് നമ്മുടെ മേലെ വരുന്നത്. നമ്മൾ എത്ര വൃത്തിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും ഓരോ കുട്ടികളിലെ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ച് കുട്ടിയുടെ മാറ്റം, കുട്ടിയിൽ ആ പരിമിതിയിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഏറെയും കുറഞ്ഞുമിരിക്കും. ഓരോ വ്യക്തികളിലെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പം അത് മനസ്സിലാക്കാതെ നമുക്ക് മേലെ വരുന്ന ഈ കമ്പാരിസൺസ്, അതുപോലെ തന്നെ പറഞ്ഞ തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെയും ഒരു പ്രശ്നം, നമുക്കൊരു മാനസികമായ ഒരു പ്രയാസം ഉണ്ടാക്കും.
അതുപോലെ തന്നെ തുടർച്ചയായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ തളർച്ച. ഞാൻ മുന്നേ പറഞ്ഞു, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് എക്സ്ട്രാ എഫേർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഫാമിലി റൺ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ജോലി ഉള്ളവർക്ക് ചിലർക്ക് ജോലി കളയാൻ സാധിച്ചു എന്ന് വരില്ല, മറ്റു ഓപ്ഷൻസ് കണ്ടെത്താൻ സാധിച്ചു എന്ന് വരില്ല. അപ്പൊ ജോലിക്ക് പോകണം, കുട്ടിയെ നോക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെയും നോക്കണം, കുടുംബാംഗങ്ങളുടെ ക്ഷേമം, ഇതെല്ലാം വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കാര്യങ്ങൾ തുടർച്ചയായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ചെയ്ത് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഡ്രെയിൻ, നമുക്കൊരു ഊർജം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും ചില വ്യക്തികളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു നല്ല രക്ഷിതാവല്ല എന്നുള്ള കുറ്റബോധം പറഞ്ഞു. ഈ കമ്പാരിസൺസ് വരുമ്പോ അല്ലെങ്കിൽ ആളുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോ എന്റെ കുട്ടിക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല, അപ്പം ഇന്ന് അങ്ങനെയുള്ള രീതിയിലുള്ള കോമന്റ്സ് വരുമ്പോ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കും, ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടാണോ, എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു മാറ്റം വന്നേനെ, അപ്പൊ എന്റെ ഒരു പോരായ്മയാണോ അത് എന്നുള്ള രീതിയിൽ ഈ സമ്മർദ്ദത്തിന്റെ മേലെ വരുന്ന ഒരു ചിന്ത ആളുകളിൽ മാനസിക പ്രയാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കുറെ കാര്യങ്ങളാണ്. ഇത് ഞാൻ മുന്നേ പറഞ്ഞു, എല്ലാ വ്യക്തികളിലും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇതിന്റെ സ്കെയില് ഒരുപക്ഷെ കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പൊ ആ ഒരു വ്യത്യാസം ഇതിനകത്ത് വരുന്നുണ്ട്. ആങ്സൈറ്റി ഇഷ്യൂസ്, അതായത് ഉത്കണ്ഠാരോഗങ്ങൾ, നിരന്തരമായിട്ടുള്ള ഉത്കണ്ഠയാണ്, അമിത ചിന്ത, എന്ത് ചെയ്യണം, എങ്ങനെ ആവും, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ, എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ മെച്ചപ്പെടുത്തും, കാര്യത്തിലൊക്കെ എപ്പോഴും ഭയങ്കരമായ ആശങ്കയും വെപ്രാളവും ഒക്കെ കൊണ്ടുവരുന്ന ഒരു രീതി, ആങ്സൈറ്റി ഇഷ്യൂസ് ഒരുപാട് പേരിൽ ഉണ്ടാവാറുണ്ട്. പിന്നീട് വരുന്നത് വിഷാദമാണ്, ഡിപ്രഷൻ എന്ന് നമ്മൾ പറയുന്നത്. അത് നിരന്തരം എപ്പോഴും സങ്കടമാണ്. കുട്ടിക്ക് ഇത് വന്നല്ലോ എന്നുള്ളത് തുടങ്ങി ഈ പോകുന്ന തെറപ്പി പ്രോസസ്സിലടക്കം നമുക്ക് നന്നായിട്ടൊരു നമ്മുടെ ഒരു ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മളെ ഈ പറഞ്ഞ ഡിപ്രഷൻ നമ്മളെ കീഴ്പ്പെടുത്തും. എപ്പോഴും സങ്കടം, വിഷമം, അതുപോലെ തന്നെ നിരാശയാണ്, ഇതിങ്ങനെ വന്നു, ഇത് എന്തുകൊണ്ട് വന്നു, ആ കാര്യങ്ങളിൽ കൂടുതലായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യും. നമുക്ക് കുട്ടിയുടെ ക്ഷേമത്തിന് വേണ്ടി അവിടെ വർക്ക് ചെയ്യാൻ നമുക്ക് മനഃപൂർവ്വമല്ല, നമ്മുടെ ഈ ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് അവിടെ സാധിക്കാതെയാവും. പിന്നെ വിട്ടുമാറാത്ത സമ്മർദ്ദം, കണ്ടിന്യൂസ് ഒരു സ്ട്രെസ് ആണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു പരിഭ്രാന്തി, ഒരു വെപ്രാളമാണ്. എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം, ആരോട് ഞാൻ സഹായം ചോദിക്കും, ഞാൻ ഈ എടുക്കുന്ന ശ്രമങ്ങളൊക്കെ അത് ഗുണം ചെയ്യുമോ അതോ പാഴായി പോകുമോ, ഇനി ഇതിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെച്ചപ്പെട്ട രീതിയിലുള്ള സംവിധാനങ്ങളിൽ എവിടേക്കെങ്കിലും ഞാൻ കൊണ്ടുപോകേണ്ടതുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അമിത സമ്മർദ്ദത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ബാധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഈ ഭിന്നശേഷിയൊക്കെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന ഓരോ പേരൻസിനും ആ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. അതൊരു ഫേസ് തന്നെയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ സാധിക്കാത്ത അവസ്ഥ, എന്തുകൊണ്ട് ഇത് നമുക്ക് വന്നു, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ, ചെയ്യാത്തത് കൊണ്ടാണോ, ഇനി ഭാവിയിലോട്ട് എന്താകും ചെയ്യാൻ പറ്റുക, ഇപ്പം ഇത് വന്ന് ഭവിച്ചു പോയി, പക്ഷെ അതിനെ ഒട്ടും ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ പല പേരൻസിലും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉറക്ക പ്രശ്നങ്ങൾ ഒരുപാട് പേരിലുണ്ട്. നിരന്തരമായ സമ്മർദ്ദം കൊണ്ടുള്ള ശാരീരിക സമ്മർദ്ദം നമുക്ക്, ഞാൻ പറഞ്ഞു, മാനസികമായി മാത്രമല്ല ശാരീരികമായിട്ടും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ആരോഗ്യം എന്ന് പറയുന്ന ഘടകം കേവലം ശാരീരിക ആരോഗ്യം അല്ലെ ശരീരത്തിന് വരുന്ന ബുദ്ധിമുട്ടുകളെ മാത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രധാന കാരണം അതാണ്. മാനസികമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാം. നിരന്തരമായിട്ടുള്ള സമ്മർദ്ദങ്ങളാകുമ്പോൾ നമുക്ക് ശരീരത്തിൽ അകാരണമായിട്ടുള്ള വേദനകൾ, തലവേദന, മുതുകിന് വേദന, അതുപോലെ തന്നെ വയറിനെരിച്ചില്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. നമ്മൾ എത്ര തന്നെ ഡോക്ടറെ അടുത്ത് പോയാലും എന്തെല്ലാം ടെസ്റ്റ് നമ്മൾ ചെയ്താലും അതിനൊന്നും പലപ്പോഴും ഇതിന്റെ കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ കുട്ടിയുടെ പരിചരണ ആവശ്യങ്ങൾ, കുട്ടിയെ നോക്കണം, ബാക്കി കാര്യങ്ങൾ ചെയ്യണം, കുട്ടിക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ഫലപ്രദമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ഉറക്കമില്ലാതാവുന്നു, ഉത്കണ്ഠ, ഞാൻ മുമ്പ് പറഞ്ഞു ആങ്സൈറ്റി കാരണം ഉറക്കം നഷ്ടപ്പെടുന്നു. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെയും പ്രധാനമായിട്ടും നമ്മുടെ മാതാപിതാക്കൾക്കിടയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. സാമൂഹികവും വൈകാരികവുമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാമൂഹികമായ ഒറ്റപ്പെടൽ, അതായത് ഒരു ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞിന്റെ ഒരു പേരന്റിനെ സംബന്ധിച്ചിടത്തോളം
ഇപ്പൊ പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഭിന്നശേഷി പുതിയതായിട്ട് ഐഡന്റിഫൈ ചെയ്യാണ്. ഇപ്പം കേൾവിക്കുറവുള്ള ഒരു കുട്ടിയെ കൊണ്ടാണ് ഇപ്പോൾ ഒരു അമ്മ പോകുന്ന അല്ലെങ്കിൽ ഒരു അച്ഛൻ പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു ഡിവൈസ്, ഒരു ഹിയറിംഗ് എയ്ഡോ ഒരു കോക്ലിയർ ഇംപ്ലാന്റോ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുന്നവർ ചോദിക്കും ഇതെന്താണ്, ഇതിനെക്കുറിച്ച്, ഇതെന്താ സാധനം, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പൊ ഞാൻ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ ആ ഒരു നിരന്തരമായ ഒരു സമ്മർദ്ദത്തിൽ നിൽക്കുന്ന, ആ സാഹചര്യവുമായിട്ട് ഒട്ടും പൊരുത്തപ്പെടാൻ സാധിക്കാതെ സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു രക്ഷിതാവിന് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനോ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയാനോ ഉള്ള ഒരു മാനസികാവസ്ഥ ഒട്ടും തന്നെ ഉണ്ടാവണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഉൾവലിയാനായിരിക്കും എപ്പോഴും അവർ ശ്രമിക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോകുമ്പോൾ കുട്ടിയെ കൊണ്ടുപോകാതിരിക്കുന്നവരുണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അസിസ്റ്റീവ് ഡിവൈസസ് വെച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ ഊരി വെച്ചിട്ട് കൊണ്ടുപോകുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ചിലർ ഒട്ടും തന്നെ ഇങ്ങനത്തുള്ള സാഹചര്യങ്ങളിൽ അമ്മയും അച്ഛനും പോകില്ല, കുട്ടിയെയും കൊണ്ടുപോകില്ല. അപ്പൊ മൊത്തത്തിൽ ഒരു ഉൾവലിയലാണ് അവിടെ ഉണ്ടാവുന്നത്. അവർക്ക് എവിടെയും ഒരു സമൂഹത്തിൽ ചെന്നാൽ, ഒരു ഗ്രൂപ്പിൽ ചെന്നാൽ അവർക്ക് അതിനുള്ള മറുപടി പറയാൻ സാധിക്കായിക വരിക എന്നുള്ളത് കാരണം അവിടെ നിന്നൊരു ഉൾവലിയൽ അവർ കാണിക്കുന്നുണ്ട്. പിന്നെ മാനസികാരോഗ്യ പരിചരണത്തിന്റെ ലഭ്യതക്കുറവ്. ഇപ്പോ ഒരു പേരന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ, ഇപ്പോ ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും പലരും അനുഭവിച്ചതോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ഒക്കെ തന്നെയാകാം. അതൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്തൊരു സ്ഥിതിയിൽ നിൽക്കുന്ന വ്യക്തികളുണ്ട്. അപ്പൊ അതിന് പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു തെറപ്പിക്ക് ആ പേരന്റിന് പോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ മാനസികാരോഗ്യത്തിനെ മൊത്തത്തിൽ തകിടം മറിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ വിമർശനങ്ങളും താരതമ്യങ്ങളും. ഞാൻ മുന്നേ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ നിന്ന് പോരുമ്പോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്നവർ ചോദിക്കും, നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഇത്ര നാളായി, കുട്ടിക്ക് മാറ്റമൊന്നുമില്ലേ, നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നില്ലേ, നിങ്ങൾ എന്താ ചെയ്യാത്തത് എന്ന തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളാവാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ വെച്ച് നമ്മളെ താരതമ്യം ചെയ്യുന്നതാവാം. ഒട്ടും തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. കുട്ടിയുടെ ഭിന്നശേഷിയുടെ കാര്യത്തിലാകുമ്പോൾ പ്രത്യേകിച്ചും നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. അപ്പോ ഇതും നമ്മുടെ മാനസികാരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ അതൊരു മെയിൻ ഫാക്ടർ തന്നെയാണ്. ഇപ്പോ നമ്മൾ കാണുന്ന പേരൻസിനാണെന്നുണ്ടെങ്കിൽ പോലും അച്ഛൻ നാട്ടിൽ നിന്നിട്ട് അമ്മ കുട്ടിയെ കൊണ്ട് തെറപ്പിക്ക് വരുന്നവരെ ഒക്കെ നമുക്കറിയാം. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സ്ഥിരത മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇപ്പൊ ചില പേരൻസിന് ഉള്ള ജോലി കളയാൻ സാധിക്കില്ല, അതിന്റെ ഒപ്പം തന്നെ വേണം കുട്ടിയെ നോക്കാനും ബാക്കി വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ചെയ്യുക എന്നുള്ളതൊരു എല്ലാം കൂടെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങൾ വരുന്ന പേരൻസും ഉണ്ട്. അപ്പോ ഇത് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ പേരൻസിന് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം അവർക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് ആവശ്യമാണ്. എപ്പോഴാണ് ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ടാവുന്നത്, അല്ലെ നമ്മുടെ കുഞ്ഞിന് വേണ്ട എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണെന്നുണ്ടെങ്കിലും അത് കുഞ്ഞിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് എപ്പോഴായിരിക്കും ഒരു അത്യാവശ്യം വരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുകയാണെന്നുണ്ടെങ്കിൽ അതും മാനസികമായിട്ട് തീർച്ചയായിട്ടും എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ സ്വന്തം ഭിന്നശേഷിയോ കുട്ടിയുടെ ഭിന്നശേഷിയോ കാരണം മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന കുറ്റബോധം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, പല പേരൻസിനെയും നമ്മൾ കാണുമ്പോൾ അവർ ആദ്യം പറയുന്ന ഒരു കാര്യം, സ്വയമേ ബ്ലെയിം ചെയ്യുന്നവരെ നമ്മൾ കാണാറുണ്ട് ചില സമയം. ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്റെ കുട്ടിക്ക് ഇങ്ങനെ വരില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു കുറ്റബോധം പലരിലും കാണാറുണ്ട്. അപ്പോൾ അത് ഈ പ്രൊലോങ്ഡ് ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ നമ്മൾ പറഞ്ഞ ഡിപ്രഷന്റെ ും ഒക്കെ ഇത് പോകുന്നത്. അപ്പൊ ഇതൊക്കെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന സാമൂഹികവും വൈകാരികവുമായ ഘടകങ്ങളിൽ പെടുന്നതാണ് നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. ഇനി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾ നേരിടുന്ന മറ്റു ചില വെല്ലുവിളികളുണ്ട്. അപ്പോ സ്ഥിരമായിട്ടുള്ള ആശുപത്രി സന്ദർശനം, അതുപോലെ തന്നെ തെറപ്പി ആവശ്യങ്ങൾക്ക് സ്ഥിരമായി പോകേണ്ടി വരുന്നത് കൊണ്ടുള്ള പ്രയാസം. മാനസിക പ്രയാസം എന്നുള്ളത് കുട്ടിയെ കൊണ്ടുപോകേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടല്ല, നേരെ മറിച്ച് നമ്മൾ ഈ പറഞ്ഞ അവരുടെ മാനസികാരോഗ്യ നില മെച്ചപ്പെട്ടതല്ല എന്നുള്ള സ്ഥിതിയിൽ വരുന്ന ഒരു പ്രയാസമാണ്. ഈ ഉത്കണ്ഠ, ഞാൻ ഈ കൊണ്ടുപോകുന്നത് കൊണ്ട് എന്റെ കുഞ്ഞിന് എന്തെങ്കിലും മാറ്റം വരുമോ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ, ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഞാൻ ആ തെറ്റ് കാരണം എന്റെ കുഞ്ഞിന് മാറ്റം വരാതെ ഇരിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പേരൻസിന് പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രക്ഷാകർതൃത്വ കഴിവുകളെ കുറിച്ച് മറ്റുള്ളവർ സംശയിക്കുന്നത്, നമ്മുടെ പേരന്റിങ് രീതികളെ കുറിച്ച് മറ്റുള്ളവർക്കുള്ള സംശയം. ഞാൻ മുന്നേയും പറഞ്ഞു, പേരന്റിങ് സ്റ്റൈൽസ് പലതരത്തിലുണ്ട്.
അപ്പം പലരും ഇതിന്റെ എല്ലാം കൂടെ ഒരു ബ്ലെൻഡ് ഒക്കെ ആയിരിക്കും കാണിക്കുക. ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഒരേ സമയം കുട്ടിക്ക് ഒപ്പം നിൽക്കുന്നു, കുട്ടിക്ക് വേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, കുട്ടിയോട് അതേസമയം നമ്മൾ കുട്ടിയോടൊപ്പം നിന്ന് കളിക്കുന്നുണ്ട്, കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കുട്ടി പറയുന്നത് കേൾക്കുന്നുണ്ട്, കുട്ടിയോട് നോ പറയേണ്ടടുത്ത് നോ പറയുന്നുണ്ട്, അനുവദിച്ചു കൊടുക്കേണ്ടത് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും ഒരുവിധപ്പെട്ട എല്ലാ ആളുകളും പാരന്റിങ് സ്റ്റൈല് കീപ്പ് ചെയ്യുന്നത്. അപ്പോ ഭിന്നശേഷിക്കാരായ കുഞ്ഞാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പം ബൗദ്ധികമായ വെല്ലുവിളികളുള്ള കുട്ടികളുടെ അടുത്ത് നമുക്കൊരു ഒരു പർട്ടിക്കുലർ പാരന്റിങ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ എല്ലാവരുടെയും തെറപ്പിസ്റ്റ് നിങ്ങളോടൊക്കെയും പറഞ്ഞിട്ടുണ്ടാകും കുട്ടിക്ക് എപ്പോഴും ഒരു റുട്ടീൻ വേണം, ഒരു ചിട്ട വേണം. ആ ഒരു ചിട്ട നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. ഓരോ കുഞ്ഞിനും ആ ചിട്ടകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് രീതികൾ വേറെ ആയിരിക്കും. ഇപ്പം തീരെ ഔട്ട്പുട്ട് ഒന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് AAC പോലുള്ള മാർഗങ്ങൾ വഴി ഓരോ ചിട്ടകൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഓരോ രീതിയിൽ ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പാരന്റിങ് സ്റ്റൈല് കീപ്പ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആളുകൾ തീർച്ചയായിട്ടും ക്രിട്ടിസൈസ് ചെയ്യും. ഞങ്ങൾ മക്കളെ വളർത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെയല്ല വളർത്തിയത്, ഞങ്ങൾ വളർത്തിയത് കൊണ്ട് കുട്ടിക്ക് കുഴപ്പമുണ്ടാകുന്നില്ല, നിങ്ങൾ എന്തിനാണ് കുട്ടിയോട് ഇത്രയും കാർക്കശ്യം കാണിക്കുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നത് എന്തിനാണ്, ഇത്യാദി ചോദ്യങ്ങൾ നിരന്തരമായിട്ട് പല പേരൻസും നേരിടുന്നുണ്ട്. അപ്പം ഇതിനെയൊക്കെ ഒരു ചിട്ട കൊണ്ടുവരിക എന്ന് പറയുന്നത് എല്ലാ പേരന്റും, ഭിന്നശേഷി എന്നല്ല എല്ലാ പേരന്റും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ചിട്ട കൊണ്ടുവരിക, ആ ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എക്സ്ട്രാ എഫേർട്ട് നമ്മൾ ഇടുന്നത് കൊണ്ട് ആ ചിട്ട കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ചുകൂടെ വേഗം നമ്മൾ ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവർ ഇതിനകത്ത് കോമന്റ്സ് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു പ്രയാസം തന്നെയാണ്. ഏത് പേരന്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴും അതൊരു പ്രയാസം തന്നെയാണ്. മറ്റു കാരണങ്ങൾ എന്ന് പറഞ്ഞാല് ഭിന്നശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടി വരുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യം, അല്ലെങ്കിൽ നമ്മുടെ മാനസികമായ ശാരീരികമായ ഏത് തരത്തിലുള്ള ആരോഗ്യവും കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതി വരികയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് കൊടുക്കേണ്ട സമയം നമുക്ക് നഷ്ടമാകുന്നു, കുട്ടിക്ക് കൊടുക്കേണ്ട സർവീസസ് നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ആദ്യം നമുക്ക് വന്നു പോകാം. അതൊരു റീസൺ തന്നെയാണ്. പിന്നെ ശാരീരികമായ ശക്തി, പ്രവർത്തനക്ഷമത തുടങ്ങിയവുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നമുക്ക് ചിലപ്പം എത്ര ചെറുപ്പക്കാരാണെന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ 30 കഴിഞ്ഞ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള എനർജി നമുക്കില്ല, ആരോഗ്യം നമുക്കില്ല. അപ്പൊ നമുക്ക് കുട്ടിക്ക് വേണ്ടി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മുടെ മാതാപിതാക്കൾക്ക് ബാധിക്കുന്ന ഒരു പ്രയാസം തന്നെയാണ്. ഇവിടെ സൈഡിൽ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് കഴിവില്ലായ്മയല്ല, അമിത ഭാരമാണ്, സഹായം ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത്. അതായത് അതിൽ കൊടുത്തിട്ടുണ്ട് പേരൻസ്, ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ പേരൻസ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഒരു സഹായം ചോദിക്കാം. ഒരു തെറപ്പിസ്റ്റിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗത്തിനോടാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കി ഒരു കൈ സഹായം ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റും ഇല്ല. അടുത്തത് കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ മാനസികാരോഗ്യത്തിന്റെ സ്വാധീനം എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെട്ട രീതിയിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ആവശ്യങ്ങളോട് തീർച്ചയായിട്ടും നമുക്കും ആ ഒരു സമാധാനപരമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വ്യക്തതയോടെ പ്രതികരിക്കാനും അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോ അത് നമ്മുടെ ആരോഗ്യത്തിനെ ആശ്രയിച്ച് തന്നെയിരിക്കും. എന്റെ കുട്ടിക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടറിഞ്ഞ് പെരുമാറണമെങ്കിൽ ഈ മാനസികാരോഗ്യം, നമ്മുടെ മാനസികാരോഗ്യം അതുപോലെ മെച്ചപ്പെട്ടത് തന്നെയായിരിക്കണം. അതുപോലെ മാനസിക സംഘർഷം, മാതാപിതാക്കളുടെ മാനസിക സംഘർഷം കുട്ടിയുടെ മനോഭാവത്തെയും പെരുമാറ്റത്തെയും പഠനത്തെയും ബാധിക്കും. തീർച്ചയായിട്ടും നമ്മള് ഓരോ സ്കൂളിൽ തന്നെ കാണാം, ടീച്ചർമാർക്ക് മനസ്സിലാകും ഓരോ വീട്ടിൽ നിന്ന് വരുന്ന, ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഓരോ രീതിയിലായിരിക്കും പെരുമാറുന്നത്. ഈ പറഞ്ഞ പോലെ വളരെ കാമായിട്ട് പോകുന്ന ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ എന്ന് വരുന്ന കുട്ടിക്ക് അങ്ങനെ പറയത്തക്കതായിട്ടുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അവൻ ക്ലാസ് ശ്രദ്ധിക്കും, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയും, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ്. പക്ഷേ നമ്മുടെ മാനസികാരോഗ്യം അത്ര കണ്ട് മെച്ചപ്പെട്ടതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുഞ്ഞിന്റെ പെരുമാറ്റത്തിനെ ആണെന്നുണ്ടെങ്കിലും, കുട്ടിയുടെ ബാക്കി ഏത് തരത്തിലുള്ള ഔട്ട്പുട്ട്സ് ആണെന്നുണ്ടെങ്കിലും, കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും, ബിഹേവിയർ ആണെന്നുണ്ടെങ്കിലും, ഏത് രീതിയിലും കുട്ടിയെയും അത് ബാധിക്കും എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്.
അതുപോലെ നമ്മൾ നല്ല മനോഭാവത്തോടെ കുട്ടിയോട് ഇടപെടുമ്പോൾ, അതായത് നമ്മൾ കുട്ടിയോട് സംസാരിക്കുമ്പോൾ കേവലം സംസാരിക്കാൻ വേണ്ടി സംസാരിക്കാതെ പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യുക എന്നൊരു കാര്യമുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഞാൻ എന്റെ കുട്ടിയുടെ കൂടെ ഇരിക്കുന്നു, കുട്ടിയുടെ കൂടെ കളിക്കുന്നു, അവരോട് ഇടപെടുന്നു, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവരോട് ഇടപെടുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ എന്റെ കുട്ടിയുടെ ഏതെല്ലാം ഏരിയ ഡെവലപ്ഡ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ കുഞ്ഞിന് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ ഞാൻ ആ ഒരു ബോധ്യത്തിൽ, ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിൽ, ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ എന്റെ മനസ്സിനെയും പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ ആ കുട്ടിയിൽ അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസങ്ങൾ, ആ ഒരു പ്രകടമായ വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ കൊണ്ടുവരാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുള്ളൂ. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പ്രയാസമേറിയ സാഹചര്യങ്ങളോട് പെരുമാറുന്ന രീതി, നമുക്ക് എന്തെങ്കിലും ഒരു വെപ്രാളം വരികയാണ്, അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള രീതികളൊക്കെ നമ്മുടെ കുഞ്ഞിനെ തീർച്ചയായിട്ടും ബാധിക്കാം. അവരുടെ ആത്മവിശ്വാസം വളർത്തുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവരെ ഡിപ്പെൻഡന്റ് ആക്കാതെ സെൽഫ് സഫിഷ്യന്റ് ആക്കുക, അവനവന്റെ കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് അവരെ പ്രാപ്തരാക്കുന്നതിനൊക്കെയും നമ്മൾ കൊടുക്കുന്നതിന്റെ എക്സാമ്പിൾസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളാണ് അവരുടെ റോൾ മോഡൽസ്. നമ്മൾ എന്ത് കാണിക്കുന്നു, നമ്മൾ ഓരോ സാഹചര്യങ്ങളോട് ഏതൊക്കെ രീതിയിൽ പെരുമാറുന്നത് നമ്മുടെ കുഞ്ഞ് കാണുന്നു, ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ കുട്ടിയും പെരുമാറുന്നത്. അതുപോലെ കുട്ടികൾ പലപ്പോഴും മാതാപിതാക്കളുടെ വൈകാരിക അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ എന്താണ് പെരുമാറുന്നത്, നമുക്ക് ആദ്യം നമ്മൾ പെട്ടെന്ന് വെപ്രാളപ്പെടുന്ന ഒരു രീതിയാണോ, അതോ എന്ത് വന്നാലും കാമായിട്ട് പെരുമാറുന്ന ഒരു രീതിയാണോ, അത് ഏത് രീതി തന്നെയാണെങ്കിലും അത് നമ്മുടെ കുഞ്ഞും നമ്മളെ മോഡൽ ചെയ്യും. അവരത് പിന്നീട് അത് എക്സിബിറ്റ് ചെയ്യുകയും ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ സ്വഭാവം. അടുത്തത്, ഈ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന പേരൻസിന് കുട്ടികളെ എങ്ങനെയൊക്കെയാണ് സഹായിക്കാൻ കഴിയുന്നത്, ഏതെല്ലാം കാര്യങ്ങളിൽ സഹായിക്കാൻ കഴിയും? ഒന്ന്, വികാരങ്ങളെ നിയന്ത്രിക്കുക. ഞാൻ മുന്നേ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ ദേഷ്യം, സങ്കടം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, ഉത്കണ്ഠ, ആശങ്കയേറിയ സാഹചര്യങ്ങൾ. ഇതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിക്ക് നമുക്ക് പേരൻസിന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അവർ എങ്ങനെയാണ് ഓരോരോ സാഹചര്യങ്ങളോട് വ്യത്യസ്തമായി പെരുമാറുന്നത്, സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ നേരിടുന്നു, നമ്മുടെ ദേഷ്യം നമ്മൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്, നമ്മുടെ സങ്കടം നമ്മൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്, നമ്മുടെ തോൽവി നമ്മൾ എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്. ചില കുട്ടികളുണ്ട് തോൽക്കുന്നത് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ട്, അതെന്ന് വെച്ചാൽ ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാര്യം തോൽക്കാൻ ഉള്ള അവസരങ്ങൾ ഈവൻ വീട്ടിലാണെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് കളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കുട്ടിക്ക് തോൽക്കാൻ അവസരം കൊടുക്കില്ല. അങ്ങനെ വരുമ്പോ എല്ലായിടവും ജയിച്ച് വരുന്ന ഒരു കുട്ടിക്ക് സ്കൂളിലോ അല്ലെ മറ്റെന്തെങ്കിലും മത്സരങ്ങളിലോ ഒക്കെ ആവുമ്പോ ഇങ്ങനെ ഒരു തോൽവി നേരിടേണ്ടി വരുമ്പോൾ അതിനെ മാനസികമായിട്ട് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പേരൻസ് ആ ഒരു മെന്റൽ ഹെൽത്ത്, ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ പോകാനുള്ള ഒരു ഹെൽപ്പ് കുട്ടിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടി സെക്യൂർഡ് ആണ്, നമ്മുടെ അടുത്താണ് കുട്ടി ഉള്ളത്, അമ്മേന്റെ അടുത്ത് അല്ലെ അച്ഛന്റെ അടുത്ത് കുട്ടി സേഫ് ആണ്, എന്ത് വേണമെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യാം, നമ്മുടെ അടുത്ത് കുട്ടിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് തുറന്നു പറയാം, എപ്പോഴും കേൾക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സ്നേഹവും ഒരു സുരക്ഷിതത്വവും നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്ത ഒരു പേരന്റിനെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും തന്നെ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കുട്ടി പറയും, പല കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുമായിരിക്കും, പക്ഷെ പലതും നമ്മൾ കേൾക്കുന്ന കൂടി ഉണ്ടാവില്ല. കാര്യം പറയുന്ന സ്ഥലത്തായിരിക്കില്ല നമ്മുടെ മനസ്സ്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ കുട്ടിയിൽ ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ ഒരു സ്നേഹവും അനുഭവിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ കുട്ടിയുടെ തെറപ്പിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പഠനത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സ്ഥിരത കൊണ്ടുവരാൻ പറ്റും. തെറപ്പി ഇപ്പം ഓരോ കുട്ടികളുടെയും ഡിസബിലിറ്റിക്ക് അനുസരിച്ച് തെറപ്പി കൊടുക്കുന്ന രീതി അത് ഓരോ സെന്റേഴ്സിൽ ഡിഫറെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥിരത, ഇപ്പം ഏതൊരു സെന്ററിൽ പോയാലും ഇത്രയെല്ലാം സമയം ഒരു സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് തെറപ്പി ടൈം കിട്ടുന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ അത് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും കുട്ടിയിൽ വരുന്ന മാറ്റം. അപ്പോ ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് കിട്ടുന്നു, 1 മണിക്കൂർ ക്ലാസ് കിട്ടുന്ന ഒരു കുട്ടിയെ ആ ക്ലാസ്സിന് കൊണ്ടുവരുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു, പ്രത്യേകിച്ച് അമ്മ ഒന്നും തന്നെ അല്ലെ അച്ഛൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നൊരു രീതിയാണ് കൊണ്ടുവരുന്നെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പുരോഗതിയും കുഞ്ഞിൽ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ
എത്രത്തോളം നമുക്ക് ആ ചെയ്യുന്ന കാര്യത്തില്, അതായത് തെറപ്പി ആണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ പാഠ്യേതര കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നോ, അത് കുട്ടിയുടെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻവോൾവ്മെന്റ് പോലെ ഇരിക്കും. അപ്പോൾ ഈ ഒരു മെന്റൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പേരന്റിനെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെയുള്ള ഒരു പേരന്റിന്റെ കുട്ടിക്ക് നമ്മൾ ഈ പറഞ്ഞ തെറപ്പി അല്ലെങ്കിൽ അക്കാഡമിക്സ് ആണെന്നുണ്ടെങ്കിലും മറ്റേത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും കുട്ടിയെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഗൈഡ് ചെയ്ത് കുട്ടിയിലെ ചേഞ്ച് വരുത്താൻ, വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച്, പ്രകടമായ ഒരു വ്യത്യാസം നമുക്ക് വരുത്താനും സാധിക്കും. മോശം മാനസികാരോഗ്യം നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങളിലേക്ക് നയിച്ചേക്കാം. അതായത് മുന്നേ പറഞ്ഞ പോലെ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ദൈനംദിന കാര്യങ്ങളിൽ നമുക്ക് പലതും ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല, കുട്ടിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല, കുട്ടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാകുന്നില്ല, അതുപോലെ തന്നെ കുട്ടിയുടെ തെറപ്പിക്ക് നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു വരില്ല. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ കുട്ടിയിലെ ഒരു വ്യത്യാസവും, കുട്ടിയുടെ പരിമിതിയിൽ ഒരു വ്യത്യാസവും നമുക്ക് വരുത്താനും സാധിക്കില്ല. അല്ലെങ്കിൽ രൂക്ഷമായതോ ഒഴിഞ്ഞു മാറുന്നതോ ആയ രക്ഷാകർതൃത്വം കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒഴിഞ്ഞു മാറുന്ന അല്ലെങ്കിൽ ഒന്നിലും ഇടപെടാത്ത രീതിയിലുള്ള രക്ഷകർത്താക്കളുണ്ട്. അപ്പം മോശം മാനസികാരോഗ്യമുള്ള ഒരു പേരന്റിന് ഒരിക്കലും നമ്മൾ പറഞ്ഞ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈല് കീപ്പ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ കുട്ടിയുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമുക്ക് പെരുമാറാൻ പറ്റില്ല. കുട്ടിക്ക് എവിടെയാണ് എന്തെങ്കിലും പ്രത്യേകിച്ച് നീഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന തെറപ്പിക്കകത്ത് എവിടെയെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ളത് കുട്ടിയോട് അത്രയും അടുത്തിടപഴകി കുട്ടിയുടെ കാര്യത്തിൽ അത്രയും ശ്രദ്ധയോടെ ഇരുന്ന് ചെയ്യുന്ന ഒരു പേരന്റിന് മാത്രമേ ആ ഒരു വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മോശം മാനസികാരോഗ്യമാണ് ഒരു പേരന്റിനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അടുത്തത് ഈ വെല്ലുവിളികളെ നമുക്ക് എങ്ങനെയൊക്കെ നേരിടാം എന്നുള്ളതാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തത് മനസ്സും ശരീരവും ശാന്തമാകുന്നതിനുള്ള വിദ്യകൾ എന്ന് പറഞ്ഞു. ഇത് ഒക്കെ നിങ്ങൾ ഇപ്പോ കുറെയൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ശ്വസന വ്യായാമങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡീപ് ബ്രീതിങ് എക്സസൈസസ് എന്ന് പറയും. അപ്പോ ഡീപ് ബ്രീതിങ് എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ ഇപ്പോ ഒരു സ്ഥലത്തിരിക്കുന്നു, കാമായിട്ടുള്ള നല്ല ശാന്തമായ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നു. നിങ്ങളുടെ കൈ രണ്ടും, കയ്യിൽ ഒരു കൈ നിങ്ങളുടെ നെഞ്ചിൽ വെക്കുക, ഒരു കൈ നിങ്ങളുടെ വയറിൽ വെക്കുക. അതിനുശേഷം ശ്വാസം മെല്ലെ മൂക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കുക. ആ എടുക്കുന്ന ഓരോ സെക്കൻഡിലും 1, 2, 3, 4 4 വരെ എണ്ണി മെല്ലെ ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു. ദെൻ നമ്മൾ ഒരു 4 വരെ എണ്ണുന്ന വരെ ആ ശ്വാസത്തിന് നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. ദെൻ പതുക്കെ നമ്മൾ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. ആ രീതിയിലാണ് നമ്മൾ ഡീപ് ബ്രീതിങ് എക്സസൈസ് ചെയ്യുന്നത്. അപ്പം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ വയറ് ഇങ്ങനെ ഫ്ലാറ്റ് ആവുന്നതും പുറത്തേക്ക് വിടുമ്പോൾ വയറ് പുറത്തേക്ക് തള്ളി വരുന്നതും നമുക്കത് ഫീൽ ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നമുക്കത് സ്ഥിരമായിട്ട് ചെയ്യാൻ സാധിച്ചാൽ നമുക്കത് മനസ്സിനെ ഒരുപാട് ശാന്തമാക്കാനാക്കുന്ന ഒരു കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്, ധ്യാനമാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ആ ഒരു പ്രോപ്പർ വേയിൽ മെഡിറ്റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നല്ല ഒരു കാംനെസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. യോഗ, നമുക്ക് എല്ലാവർക്കും അറിയാം യോഗയുടെ പ്രാധാന്യം. യോഗ അതുപോലെ തന്നെ റിലാക്സേഷൻ, മസിൽ റിലാക്സേഷൻ എക്സസൈസസ് ഒക്കെ ഉണ്ട്. ഇതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള ഒരു സാഹചര്യം നമുക്കിപ്പോ ഇല്ല. തീർച്ചയായിട്ടും ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് ഓൺലൈൻ ക്ലാസ്സസും ഓൺലൈൻ കോഴ്സസും യൂട്യൂബിലും ഒക്കെ ഒരുപാട് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ വിദഗ്ധരുടെ അടുത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് അത്രത്തോളം മാനസികാരോഗ്യത്തിൽ ഒരു മെച്ചം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ലൈറ്റ് മ്യൂസിക് കേൾക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിനെയും ശരീരത്തിനെയും ഒന്ന് ശാന്തമാക്കി വെക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം 10 to 30 minutes ഓഫ് മീ ടൈം ഡെയിലി എന്നുള്ളത്. ഈവൻ സ്മോൾ മൊമെന്റ്സ് ഓഫ് പീസ് ക്യാൻ റിഫ്രഷ് യുവർ എനർജി ആൻഡ് മൂഡ് എന്ന് പറയുന്നത്. പലപ്പോഴും പലർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് മീ ടൈം എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടി കുറച്ച് സമയം എന്ന് പറയുന്നത്. പലരും ചിന്തിക്കുന്നത് മീ ടൈം എന്ന് പറയുന്നത് ഒരു സെൽഫിഷ്നെസ് ആണെന്നാണ്. അങ്ങനെയല്ല, ഒരിക്കലും മീ ടൈം സെൽഫിഷ്നെസ് അല്ല. നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കുന്ന കുറച്ച് സമയം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം, ഞാൻ മുന്നേ പറഞ്ഞ ശാരീരിക മാനസിക ആരോഗ്യത്തിന് മുഴുവനായിട്ടും ഒന്ന് റീജുവനേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ മീ ടൈം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാനും നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയാനും നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടി, നമ്മുടെ ആ ഒരു മെച്ചത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് നിലകൊള്ളാനുള്ള ഒരു ടൈമാണ് ഈ മീ ടൈം എന്ന് പറയുന്നത്. നമുക്ക്
നമ്മളെ തന്നെ ഒന്ന് റീചാർജ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ആളുകളുമായിട്ട് സംവദിക്കുന്നു, സോഷ്യൽ ഇന്ററാക്ഷൻസ് ചെയ്യുന്നു, നമ്മുടെ വർക്കിന്റെ ഡിമാൻഡ്, നമ്മുടെ കുഞ്ഞിന്റെ തെറപ്പി കാര്യങ്ങൾ എക്സെട്ര എല്ലാം വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഡ്രെയിൻ ഉണ്ട്. അപ്പം അതിനെയൊക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും ഒന്ന് റീസെറ്റ് ചെയ്യാനും ഈ സ്ട്രെസ്സിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീ ടൈം എടുക്കുന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ബോധ്യം ഉണ്ടാവണം, ഒരു ക്ലാരിറ്റി വരണം. അതായത് നമ്മുടെ ചിന്തകളെ കുറിച്ച്, നമ്മുടെ ഇമോഷൻസ് എന്താണ്, നമ്മുടെ ഗോൾ എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യിക്കാൻ പറ്റണം. അതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഗ്രോത്ത്, പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയും. ഞാൻ പറഞ്ഞു മുന്നേ ഈ പല പേരൻസും തെറപ്പി ആവശ്യങ്ങൾക്ക് നമ്മുടെ അടുത്ത് വരുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് അത് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതിൽ ഒരു സംശയം പലർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തില് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ കുഞ്ഞിന്റെ ഭിന്നശേഷിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചുറ്റുമുള്ള ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും എന്തിനെ കുറിച്ചും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഹോബി എന്താണ്, എനിക്ക് പണ്ട് ഇന്നതൊക്കെ ചെയ്യാൻ ഇഷ്ടമായിരുന്നു, ഇപ്പം കുറെ ലൈഫിന്റെ ഈ ഓരോരോ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് അതൊന്നും സാധിക്കുന്നില്ല, പക്ഷെ അതൊക്കെ ചെയ്താൽ എനിക്ക് കുറച്ച് സമയമെങ്കിലും ഒന്ന് കാമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ള ഒരു ചിന്ത നമ്മളിൽ കൊണ്ടുവരാൻ തന്നെ ഈ മീ ടൈമിന് സാധിക്കും. അതായത് നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ ഈ മീ ടൈമിന് സാധിക്കും. അതുപോലെ തന്നെ റിലേഷൻഷിപ്സിൽ ബന്ധങ്ങളിൽ ഒരു ഊഷ്മളത കൊണ്ടുവരാനും ഇതിന് സഹായകമാകും. നമ്മൾ കൂടുതൽ ബാലൻസ്ഡ് ആകുമ്പോൾ, നമ്മുടെ ചിന്ത കുറച്ചുകൂടെ ക്ലിയർ ആകുമ്പോൾ, നമ്മുടെ കൂടെ ഉള്ളവരുമായിട്ട്, നമ്മുടെ പങ്കാളിയുമായിട്ട്, നമ്മുടെ കുട്ടി, നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ ആ ഒരു ബന്ധം നിലനിർത്താനും ഈ മീ ടൈം നമ്മളെ സഹായിക്കും. പിന്നെ തീർച്ചയായിട്ടും ഇതിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം സ്ട്രെസ് റിഡക്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കുറയുന്നു. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ലൈവായിട്ട്, ആക്റ്റീവായിട്ട് നമ്മൾ എവിടെയാണോ ആ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് ഇരിക്കാനായിട്ടുള്ള ഒരു അവസരവും ഈ മീ ടൈം വഴി ഉണ്ടാക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഒന്ന് നടക്കുക, ഒരു 10 മിനിറ്റ് ഒന്ന് നടക്കുക, അല്ലെങ്കിൽ ചിലര് എഴുതും, ചിലര് വരയ്ക്കും, ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് എന്താന്ന് വെച്ചാൽ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മുടെ ഈ മീ ടൈം എന്ന് പറയുന്ന ആ ഒരു സമയം, ഒരു 30 മിനിറ്റ്, പക്ഷെ ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മൾക്ക് വേണ്ടി ദിവസവും ചിലവാക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പം സെൽഫിഷ്നെസ് അല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് നമ്മളെ ഒന്ന് മനസ്സിലാക്കി, നമുക്ക് എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നമുക്ക് ചുറ്റുമുള്ളവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ മീ ടൈം എടുക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നേ, അല്ലെ എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പലപ്പോഴും ഇങ്ങനെ മാറ്റി വെക്കാറുണ്ട്. എന്റെ കാര്യമല്ലേ മാറ്റി വെക്കാൻ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും മാറ്റി വെക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോ ഒരു അസുഖത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഇപ്പൊ ഒരു തെറപ്പിക്ക് ഒരു സെഷൻ നിങ്ങൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു ആരോഗ്യ ബുദ്ധിമുട്ടിന് നിങ്ങളൊരു ഡോക്ടറെ കാണാനായിട്ട് പോകുന്നു, ഇന്ന ദിവസം ഇന്ന സമയം നിങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പോകും. കാര്യം ആവശ്യം നമ്മുടേതായതുകൊണ്ട് നമ്മൾ പോകും. അതുപോലെ തന്നെ ഈ മീ ടൈമിനും നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് സെറ്റ് ചെയ്ത് വെക്കുക. ഇന്ന ദിവസം ഇന്ന സമയം, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എന്റെ മീ ടൈം ആണ്, അത് ഞാൻ എടുത്തേ പറ്റൂ. അതൊരു അപ്പോയിന്റ്മെന്റ് പോലെ നിങ്ങൾ കീപ്പ് ചെയ്യുക. അതൊരു വഴിയാണ്. രണ്ടാമത്തെ കാര്യം, ഗിൽറ്റ് ഇല്ലാതെ നോ പറയാൻ പറ്റുക. കാര്യം നമ്മൾക്ക് വേണ്ടി ചിലവാക്കുന്ന സമയം, ഈ പറഞ്ഞ 15-30 മിനിറ്റ് എന്ന് പറയുന്നത് ആർക്കും ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. നമുക്ക് നമ്മളെ കൂടി അറിയാൻ സാധിച്ചാൽ മാത്രമേ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ, നമുക്ക് ചുറ്റും ഉള്ളവരെ നമുക്ക് നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്താനും അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും പറ്റുള്ളൂ. അപ്പം നീ അത് ചെയ്യുന്നില്ലേ, നീ ഇത് ചെയ്യുന്നില്ലേ എന്നുള്ള രീതിയിൽ നമ്മളോട് ചോദ്യങ്ങൾ വരുമ്പോൾ ഞാനത് ചെയ്യുന്നുണ്ട്, അത് എനിക്ക് വേണ്ടിയാണ്, എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റണം. ആ ഒരു നമ്മളെ ഒപ്പോസ് ചെയ്ത് വരുന്നവരോട് അല്ല, ഞാനത് ചെയ്യും, അത് എന്റെ ആവശ്യമാണ് എന്ന രീതിയിൽ എനിക്ക് പറയാൻ സാധിക്കണം. അതൊരു വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്കൊന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ബുക്ക് വായിക്കുക, ഒന്ന് ധ്യാനം, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഇതൊക്കെയും നമുക്ക് മീ ടൈമിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു എംപ്റ്റി ആയിട്ടുള്ള കപ്പിനകത്ത് നിന്ന് നമുക്കൊന്നും ഇപ്പുറത്തേക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ ഫില്ലാണ്. നമ്മള് എന്താ പറയാ, മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായെങ്കിലും നമുക്ക് തൃപ്തിയുണ്ട്, നമ്മൾ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ, ബാലൻസ്ഡ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചേഞ്ച് നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ കുട്ടിക്കാണെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾക്കാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോ അതാണ്
നീ ടീമിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് കുടുംബാംഗങ്ങളെ മനസ്സിലാക്കുക, അവരെ ബോധവൽക്കരിക്കുക. ഒരിക്കലും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രീതി നോക്കുമ്പോൾ കുട്ടിയുടെ ഭിന്നശേഷിയെ മറികടക്കാനുള്ള ജോലികൾ ചെയ്യേണ്ടത് അച്ഛനും അമ്മയും മാത്രമാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അതൊരു കൂട്ടുത്തരവാദിത്വമാണ്. ഒരു വീട്ടിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോ ആ കുട്ടിക്ക് തെറപ്പിയുടെ ടൈം അല്ലെങ്കിൽ തെറപ്പിക്ക് കുഞ്ഞിന് വേണ്ടി അമ്മ കൊടുക്കുന്ന സമയം അല്ലെ അച്ഛൻ കൊടുക്കുന്ന സമയം അച്ഛന്റെ അമ്മയുടെ ഒരുപാട് ജോലികൾ ബാക്കി ഇട്ടിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോ ആ സമയത്തൊക്കെ ആ ജോലികൾ കഴിയുന്നത് എല്ലാം നമുക്ക് മുതിർന്ന ആളുകളെ ഏൽപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് ഈ വീട്ടിലുള്ള മുതിർന്ന വ്യക്തികളോട് നമുക്ക് പറയാം. അല്ലെങ്കിൽ കുട്ടിയോട് എങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ തെറപ്പിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണോ എന്നുള്ളത് അവർക്കും കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു അവസരം വരികയാണ്, ഒരു സാഹചര്യം വരികയാണ്. മനുഷ്യരാണ് നമ്മളെല്ലാവരും. എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഒരു കൃത്യസമയത്ത് നമുക്ക് ആ പ്രോപ്പർ സർവീസ് നമ്മുടെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ, നമ്മുടെ അത്ര കണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഒന്ന് നമുക്ക് ഏൽപ്പിച്ചു പോകാൻ പറ്റും. ഇപ്പം കേൾവിക്കുറവുള്ള ഒരു കുട്ടിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് നിരന്തരം സംസാരിക്കുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടി നമ്മൾ തെറപ്പിക്ക് കൊടുക്കുന്ന കാര്യം. അപ്പം അമ്മയോ അച്ഛനോ അവൈലബിൾ അല്ലാത്ത ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ കുട്ടിയോട് സംസാരിക്കാൻ അപ്പനോ അമ്മയ്ക്കോ സാധിക്കണം. അപ്പോൾ കുട്ടിക്ക് അവിടെ ശബ്ദം കേൾക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ എല്ലാ ഡിസബിലിറ്റീസിന്റെ കേസിലും ഓരോരുത്തർക്കും മേഖല വ്യത്യാസമായതുകൊണ്ടും തെറപ്പി രീതി വ്യത്യാസമായതുകൊണ്ടും അതിനനുസരിച്ച് ഏത് രീതിയിലാണ് ആ തെറപ്പിക്ക് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പേരൻസ്, വീട്ടിലുള്ള മുതിർന്ന അംഗങ്ങളെ കുറിച്ച് അവരെ കൂടി ബോധവൽക്കരിക്കുക. അതിന്റെ ലക്ഷ്യങ്ങൾ അവരോട് പറഞ്ഞു മനസ്സിലാക്കുക. കുറച്ച് ചെയ്യാനുള്ള ടാസ്കുകൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. ഇതൊക്കെ കുടുംബാംഗങ്ങളെയും കൂടി സഹകരിപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വെല്ലുവിളികളെ നമുക്കൊരു പരിധി വരെ നമുക്ക് നേരിടാൻ സാധിക്കും. പിന്നീട് ഒരുമിച്ച് പ്രവർത്തിക്കുക, അത് വളരെ പ്രധാനമാണ്. അച്ഛനും അമ്മയും ഒരേപോലെ നിൽക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ചില കേസിൽ അച്ഛന്മാർ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ അമ്മമാർ ഇടപെടാത്തതും തിരിച്ചുള്ള കേസുകളും നമ്മൾ കാണാറുണ്ട്. കുറ്റപ്പെടുത്തലുകൾ കേൾക്കാറുണ്ട്. നീ ചെയ്യുന്നില്ല, നീ അത് നോക്കാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും കുട്ടിക്ക് ഒരു പ്രോപ്പറായിട്ട് ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കില്ല. കാര്യം ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളും ചർച്ചകളും മത്സരങ്ങളും വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മാനസികാരോഗ്യം ബാധിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യത്യാസം കുട്ടിയിൽ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് സജീവമായി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണാ ഗ്രൂപ്പുകളുണ്ട്, പേരന്റ് സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഒക്കെ പലയിടത്തും അവൈലബിൾ ആണ്. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക. അങ്ങനെയുള്ള ഗ്രൂപ്പ്സിൽ നിങ്ങൾ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ ഡിസബിലിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനും സാധ്യതയുണ്ട്. അടുത്തത് ശ്രമകരമായ യാത്രയെ നമ്മൾ അംഗീകരിക്കുക. ചെറിയ നേട്ടങ്ങളും നമുക്ക് ആഘോഷിക്കാൻ സാധിക്കണം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു. പെട്ടെന്ന് ഒരു കുട്ടിയുടെ പരിമിതിയിൽ നിന്ന് ഒരു പുരോഗതിയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല. അതുപോലെ തന്നെ കുട്ടികളുടെ ഡിസബിലിറ്റി, ഓരോ കുട്ടികളുടെയും ഡിസബിലിറ്റിയുടെ തോത് വ്യത്യാസമായിരിക്കും. അപ്പം രണ്ട് കുട്ടികൾ ഒരേ സമയത്ത് ഒരു തെറപ്പിക്ക് ജോയിൻ ചെയ്തതിൽ ഒരു കുട്ടി വേഗം കയറി പോകുന്നു, ഒരു കുട്ടി അത്രയും വേഗം പോകുന്നില്ല എന്ന് പറയുമ്പോൾ അത് പേരന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ പറഞ്ഞ വ്യക്തികളുടെ വ്യത്യാസം, കുട്ടികളുടെ ഡിസബിലിറ്റി, കുട്ടികളുടെ വ്യത്യാസം ഒരു കാര്യം, കുട്ടികളുടെ ഭിന്നശേഷിയിലെ വ്യത്യാസം വേറൊരു കാര്യം, ഇതെല്ലാം ആശ്രയിച്ചിരിക്കും ഈ ചേഞ്ചും വരാൻ. അപ്പൊ ഉണ്ടാവുന്ന ചേഞ്ച് ചെറുതാണെങ്കിലും അതിനെ നമ്മൾ സന്തോഷിക്കുക, അതിനകത്ത് അത്രയും വന്നല്ലോ എന്നുള്ള രീതിയിൽ ഒരു സന്തോഷം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം. അതുപോലെ കുറച്ച് കൂടുതൽ സമയം എടുത്താലേ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. നമ്മൾ അത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യവും നമുക്ക് വേണം. പിന്നെ മുന്നേ പറഞ്ഞു പേരൻസിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. സർക്കാർ പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക. അങ്ങനെയുള്ള ഗ്രൂപ്പ്സിലൊക്കെ ഓരോ ഡിസബിലിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. അത്രത്തോളം ഒരു ഗ്രൂപ്പിനെ നമുക്ക് നമ്മൾ കോണ്ടാക്റ്റിൽ വെക്കാൻ പറ്റും. നമ്മുടെ ആവശ്യങ്ങൾ, ഒരു പർട്ടിക്കുലർ ആവശ്യം വരുമ്പോൾ നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ ഒരു പിന്തുണാ സംവിധാനം, ശക്തമായ ഒരു പിന്തുണാ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, നമ്മുടെ പ്രയാസങ്ങളെ കേൾക്കുമെന്നും നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം തരുന്നില്ല എങ്കിൽ പോലും കേൾക്കുമെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ ഉള്ള ഒരു ഗ്രൂപ്പിനെങ്കിലും നമ്മൾ ആക്കുക. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രയാസമുണ്ട്, മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആസ് എ പേരന്റ് നിങ്ങൾക്ക് ഒരു തെറപ്പിസ്റ്റിന്റെ അടുത്ത് പോകാം. അവരുടെ സജഷൻസ് നിങ്ങൾക്ക് ചോദിക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടിയുടെ തെറപ്പിക്കകത്തും വളരെ ദൂരവ്യാപകമായ ഒരു വ്യത്യാസം നമുക്ക് കൊണ്ടുവരാനായിട്ട്
സാധിക്കും. നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചോദിക്കുന്നതിൽ ഒരിക്കലും ഒരു ഷെയിം, ഒരു നാണക്കേട് വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാര്യം ഓരോരുത്തരുടെയും ഈ പറഞ്ഞ വ്യക്തികളുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകളും വ്യത്യാസമാണ്. അപ്പം എനിക്ക് എന്റെ കഴിവ് എത്രത്തോളമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, എന്റെ കുട്ടിക്ക് അതിന് മേലെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അപ്പം മറ്റൊരാളുടെ സഹായം അതിനാവശ്യമാണെങ്കിൽ ഞാൻ അത് ചോദിച്ചേ മതിയാവും. അപ്പോൾ ആ ഒരു തരത്തിലുള്ള നാണക്കേടുകൾ ഒന്നും വിചാരിക്കാതെ, മുൻവിധികൾ ഒന്നും ഇല്ലാതെ വേണം നമ്മൾ മുന്നോട്ടേക്ക് പോവേണ്ടത്. പിന്നെ എന്റെ കുട്ടിയുടെ ഭിന്നശേഷി എന്റെ ജീവിത യാഥാർത്ഥ്യമാണ്. അതിനകത്ത് എനിക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. എന്തുകൊണ്ട് എനിക്കത് വന്നു എന്നുള്ളതിൽ കവിഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ കാര്യത്തിനകത്താണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പുരോഗതി, ഈ ഞാൻ പറഞ്ഞ പരിമിതിയിൽ നിന്ന് പരിമിതിയെ മറികടന്ന് ഒരു പുരോഗതിയുടെ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് സ്ലോ പ്രോസസ് ആണ് എന്നുള്ള ഒരു മനസ്സിലാക്കൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ എപ്പോഴും അംഗീകരിച്ചുകൊണ്ട് തന്നെ വേണം പോകാൻ. അതുപോലെ കുട്ടിയിൽ സ്വയം സഹായകരമാകുന്ന കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞു. അതായത് കുട്ടികളില് സെൽഫ് ഹെൽപ്പ് സ്കിൽസ് എന്ന് പറയും. ഘട്ടം ഘട്ടമായിട്ട് വസ്ത്രം ഉടുപ്പിടാനാണെന്നുണ്ടെങ്കിലും അവരവരുടെ ബാഗ് പാക്ക് ചെയ്യാനാണ്, അതുപോലെ ഭക്ഷണം തനിയെ കഴിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒക്കെ കുഞ്ഞിന് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അത് ഓരോ ഭിന്നശേഷി വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിനകത്തും വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു സമയത്ത് നിങ്ങൾക്കത് തോന്നുന്നു, എന്റെ കുഞ്ഞിന് അത് ചെയ്യാനുള്ള ഒരു പ്രാപ്തി കൈവരിക്കുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു മടി വിചാരിക്കരുത്. അതിനുള്ള ഒരു സാവകാശം എന്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കുന്നു എന്നൊന്ന് നിങ്ങൾ ഉറപ്പാക്കുക. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആത്മവിശ്വാസം കൂടുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം കുട്ടികളിൽ കൂടി വരും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഭിന്നശേഷി മേഖലയിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം പരിശീലനം ലഭിച്ച അധ്യാപകരുണ്ടാവും, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, അതുപോലെ ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ളിടത്ത് നിങ്ങൾ പ്രാദേശികമായിട്ടും അങ്ങനെയുള്ള സെന്റേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരോടും നമ്മൾ എപ്പോഴും ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുക. നമ്മുടെ അവൈലബിലിറ്റി, നമുക്ക് വേണ്ട കാര്യങ്ങൾ അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ നീഡ്സ് അവിടെ പറയാൻ സാധിക്കണം. അപ്പം അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതിന്റെ ഒരു കാര്യം പറഞ്ഞത് ഇതാണ്. അതുപോലെ നമ്മൾ ഒരിക്കലും, ഞാൻ മുന്നേയും പറഞ്ഞു, നാണക്കേട് വിചാരിക്കരുത്. അത് ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, അതുപോലെ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന, ശാരീരിക മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വിദഗ്ധരുടെ ഒരു സഹായം നമുക്ക് എപ്പോ വേണമെങ്കിലും തേടാവുന്നതാണ്. അപ്പോൾ തെറപ്പിസ്റ്റുകൾ അല്ലെങ്കിൽ കൗൺസിലേഴ്സിനെ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് സമീപിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിടുന്ന പലതരം ബുദ്ധിമുട്ടുകളെ, സാഹചര്യങ്ങളെ അവരോട് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒപ്പീനിയൻസ് തരാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങളുടെ രീതികളിൽ മാറ്റം ആ മാനസികാരോഗ്യ പ്രശ്നത്തിനെ നമുക്ക് ഏകദേശം ഒരു പരിധി വരെയെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ആ ഒരു വിദഗ്ധരുമായിട്ട് സംസാരിക്കുകയാണ്, അവരുടെ സഹായം തേടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പരിമിതിയെ, നിങ്ങളുടെ മാനസിക പ്രശ്നത്തെ, മാനസികാരോഗ്യ ബുദ്ധിമുട്ടിനെ മറികടക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളികളുമായിട്ടുള്ള ബന്ധങ്ങളിലെ പ്രശ്നങ്ങള് അതിനെയൊക്കെ പരിഹരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ ഇമോഷണലി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഒക്കെ നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും നിങ്ങൾ തെറപ്പിസ്റ്റിന്റെ അല്ലെങ്കിൽ കൗൺസിലറുടെ ഒരു സഹായം ചോദിച്ചാൽ നിങ്ങൾക്ക് അതൊക്കെയും പൂർണ്ണമായിട്ട് തന്നെ ഭേദമാക്കി കുട്ടിക്ക് വേണ്ടി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മാനസിക സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു, ഇതെല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ. പക്ഷേ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പേരൻസിന് കുട്ടിയുടെ ഭിന്നശേഷിയെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതിന്റെ അനിവാര്യത കൊണ്ട് കുറച്ച് കൂടുതൽ ആ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രം എടുത്തു പറയാനുള്ള കാര്യം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. മാഡത്തിന്റെ പ്രസന്റേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങളും ഏതെങ്കിലും ഈ പ്രസന്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ മാഡത്തിനോട് ചോദിക്കാവുന്നതാണ്. ഓരോരുത്തരായിട്ട് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാവും.
ആ ക്വസ്റ്റ്യർ കൂടി എല്ലാവരും ഫില്ല് ചെയ്യുക. മാഡത്തിനോട് നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള സംശയങ്ങൾ ആ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഓരോരുത്തരായിട്ട് ചോദിക്കാവുന്നതാണ്. ഹലോ മാഡം, എന്റെ പേര് റോയി, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. മാഡം, എന്റെ മോന് സെർവർ പൾസിയാണ്. പക്ഷെ പഠിക്കാൻ ഭയങ്കര പുറകോട്ടാണ്. അതിന് ഞങ്ങള് ഭയങ്കര ഡ്രസ്സായിട്ട് പ്രോത്സാഹനം എല്ലാ കാര്യത്തിനും അവൻ തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. പക്ഷെ പഠിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യും, പക്ഷെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആപ്പാടെ ടെൻഷനാണ്. ഇവനെ കുറിച്ച് എങ്ങനെയാവുന്നൊരു ആപ്പാടെ ടെൻഷനാണ്. എങ്ങനെയാ പറഞ്ഞറിയിക്കുക എന്നുള്ളത് അറിയത്തില്ല. തെറാപ്പിക്ക് കൊണ്ടുപോകുന്നുണ്ടോ? തെറാപ്പിയുടെ ആവശ്യമില്ല. തെറാപ്പിയൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തത് റെഡിയാ. ഞങ്ങൾ തന്നെ തെറാപ്പി ചെയ്യുന്നത്. എന്തെങ്കിലും ഫോളോ അപ്സ് ചെയ്യാറുണ്ടോ? ഇപ്പൊ ഇല്ല. എക്സസൈസ് മാത്രമേ ചെയ്യാറുള്ളൂ. അവൻ തന്നെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ജിമ്മിൽ പോയിട്ട് അവൻ തന്നെ ചെയ്യുന്നുണ്ട്. എത്ര വയസ്സുണ്ട് കുട്ടിക്ക്? ഇപ്പൊ +1 പഠിക്കുന്നു മാഡം. +1. ആളുടെ റുട്ടീൻ എങ്ങനെയാണ്? എന്തോ? ആളുടെ ചിട്ടകളൊക്കെ എങ്ങനെയാണ്? ചിട്ടകൾക്ക് അങ്ങനെയൊന്നും ഇല്ല, എല്ലാം ചെയ്തോളും. യെസ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ശല്യങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പറഞ്ഞ അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടില് നിങ്ങൾ പറയുന്നത് അതുപോലെ ആ ഒരു രീതിയിലാണോ നിങ്ങൾ പേരന്റ് ചെയ്യുന്നതും? ആ ഒരു രീതിയിലാണോ? ഇല്ല, ഞങ്ങളാൽ കഴിവതും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അവന് വേണ്ടിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ചെയ്തു കൊടുക്കുന്നുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പം അരുത് എന്നുള്ള കാര്യങ്ങൾ അരുതെന്നും ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ചെയ്തോളൂ എന്നുള്ള രീതിയിലാണോ പറയുന്നത്? അങ്ങനെ തന്നെ. ഹലോ, ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിനാണ് അവൻ മുൻതൂക്കം കൊടുക്കുക. കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? ഹലോ, അവന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവൻ മുൻതൂക്കം കൊടുക്കുന്നത്. അവന് താല്പര്യമുള്ള കാര്യങ്ങൾക്കാണ് അവൻ മുൻതൂക്കം കൊടുക്കുന്നത് എപ്പോഴും. ഹലോ, റേഞ്ച് പ്രോബ്ലം ഉണ്ട് മാഡം. കുട്ടിക്ക് എന്തെങ്കിലും പഠന പരിമിതി ഉള്ളതായിട്ട് എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, പഠിക്കാനൊക്കെ മിടുക്കനാണ്. പക്ഷെ അത് പുറത്തോട്ട് എടുക്കത്തില്ല. അവൻ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും, എഴുതുകയൊക്കെ ചെയ്യും. പക്ഷെ മാത്സ് എന്ന് പറയുന്ന സാധനത്തിലോട്ട് കേറത്തില്ല. മാത്സ് എന്ന് പറഞ്ഞ ജീനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? മോന് 10ാം ക്ലാസ്സിലൊക്കെ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 10 C++, A++, B++, B. സ്വന്തമായിട്ട് പഠിച്ചിട്ട് തന്നെ മാത്സിന് മാത്രം C ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും B++, A++ ഉണ്ടായിരുന്നു. Aയും A+ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിന് A ഉണ്ടായിരുന്നു. ശരി. ഇപ്പം ഏത് വിഷയമാ +1 എടുത്തിരിക്കുന്നത്? ഇപ്പൊ അവന്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സയൻസ് ആയിരുന്നിരിക്കുന്നത്. അവന് സയൻസ് മതി എന്ന് പറഞ്ഞു, വേറെ ഒറ്റ വിഷയവും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പഠിക്കാൻ പറ്റുന്നില്ലയോ? ഇപ്പൊ മാത്സും ഫിസിക്സ് കെമിസ്ട്രി അവന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. അവൻ എങ്ങനെയും മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു ഇനി മാറ്റാൻ പറ്റില്ല, ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞു. അവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തോറ്റാൽ തോക്കട്ടെ എന്ന രീതിയിൽ ഞങ്ങൾ വിട്ടിരിക്കുന്നത്. അപ്പം 10ാം ക്ലാസ്സിലായിരുന്നപ്പോഴും മാത്സിന് തന്നെയായിരുന്നു ഏറ്റവും മാർക്ക് കുറവ് വന്നിരിക്കുന്നത് അല്ലേ? ഏറ്റവും മാർക്ക് കുറവ് കണക്കിന് തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ ആയിരിക്കാം. +1നും +2നും ചിലപ്പോ അത് കാണിക്കുന്നത്. കുറച്ചുകൂടെ മാത്തമാറ്റിക്കൽ റിലേറ്റഡ് കോൺസെപ്റ്റ് ഒക്കെ ഇച്ചിരി കൂടി വന്നതുകൊണ്ടായിരിക്കാം പഠനത്തിനുള്ള ഇൻട്രസ്റ്റും ചിലപ്പോ കാണിക്കാത്തത്. പഠനത്തിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് മാഡം. പഠനത്തിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പഠിക്കാൻ പറ്റുന്നില്ല. പഠിക്കണമെന്ന് വീട്ടിൽ ഇരിക്കത്തില്ല. സ്കൂളിൽ പോകണമെന്ന് ഒറ്റ നിർബന്ധമേ ഉള്ളൂ. സ്കൂളിൽ പോകുന്നുണ്ടോ? സ്കൂളിൽ പോകുന്നുണ്ട്. ആബ്സെന്റിസം ഒന്നും ഇല്ല അല്ലേ? ആബ്സെന്റ് ഒന്നും ഇല്ല. അവന് എല്ലാ ദിവസവും സ്കൂളിൽ പോകണം. വീട്ടിലിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. എല്ലാ ദിവസവും സ്കൂളിൽ പോകണം എന്നുള്ള ഒറ്റ ആശയാ. അപ്പൊ ടീച്ചേഴ്സിന്റെ ഒരു ഫീഡ്ബാക്ക് എന്താണ്?
ടീച്ചർ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അവന് ശല്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഈ 3 വിഷയത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ വിഷയമുള്ളൂ. ആണോ? ഇപ്പൊ നമ്മള് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ആള് +1 പരീക്ഷ എങ്ങനെ എഴുതുന്നു എന്നുള്ളതോടെ നമ്മൾ നോക്കിയാലേ പറ്റുള്ളൂ, എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ. നന്നായിട്ട് പാട്ട് പാടും. പക്ഷെ ആൾക്കാരുടെ മുമ്പിൽ കയറി പാടാൻ ഭയങ്കര പേടിയാ. അത് ഓക്കെ. ആളുടെ കഴിവ് എപ്പം ഞാൻ അതുകൊണ്ട് സ്കൂളിൽ പറഞ്ഞൊരു ടീച്ചർ അത് അവന്റെ ഇഷ്ടപ്രകാരം വിട്ടിരിക്കുകയാണ്. ടീച്ചർ പാടിക്കാൻ പറ്റുമെങ്കിൽ പാടിച്ചോളുക. അവന്റെ നാണോ ചമ്പലോ ഒക്കെ ഒന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനാ. ഒരാളെ ഉള്ളൂ. ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലെങ്കിൽ ആൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ട്യൂഷനൊക്കെ കൊടുത്ത് ആളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. +1 മാർക്ക് എത്ര കിട്ടുന്നു എന്നത് നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് നോക്കാം ഫർദർ എന്താ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നെന്നുള്ളത്. ഇപ്പൊ 10 സ്വന്തത്തിൽ പഠിച്ച് കഴിഞ്ഞ കുട്ടിയല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും. ട്യൂഷനൊന്നും പോകുന്നില്ല, സ്വന്തമായിട്ട് തന്നെ പഠിക്കുവാ. ഓക്കെ, പറ്റുവാണെങ്കിൽ ചിലപ്പോൾ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കാം എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഇന്ത്യയിൽ ഒറ്റയ്ക്ക് ഇരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ട്യൂഷനൊക്കെ കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി എളുപ്പം വിചാരിക്കും. കാരണം നമ്മളെ സംബന്ധിച്ച് ഇപ്പം സിലബസ് എല്ലാം നമുക്ക് പറഞ്ഞെടുക്കാനും നമുക്ക് ഒരു ലിമിറ്റേഷൻ കാണുമല്ലോ. ആ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ മാഡം. ഓക്കെ, താങ്ക് യു വെരി മച്ച് മാഡം. ഹലോ, എന്റെ ഒരു ആൻസി എന്നാണ്. ഞാൻ വയനാട്ടിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയാവുന്നത് ഇതേപോലെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. പക്ഷെ ഡിസേബിൾഡ് അല്ല എന്ന് വെച്ചാൽ അവന് ഇത് പറഞ്ഞ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നമ്മളെക്കാട്ടിലും പഠിക്കാനും കഴിവൊക്കെ അവനും നല്ല കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മളെക്കാട്ടിലും ജനറൽ നോളജും ഭയങ്കര ടാലന്റഡ് ആണ്. സോ അവന് പ്രത്യേകത വെച്ചാൽ അവന് എഴുതാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും അവനോട് ഞാനൊരു വര വരയ്ക്കാൻ പറ്റും, പക്ഷെ അവൻ എഴുതൂല. അതിന്റെ റീസൺ എന്തായിരിക്കും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളെക്കാട്ടിലും കൂടുതലായിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് അറിയാം. സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എങ്കിൽ പോലും ആള് സംസാരിക്കും. സമയം എടുത്തിട്ടാണ് സംസാരിക്കുക. പക്ഷെ എഴുതാൻ അവൻ പെണ്ണെടുക്കുക പോലും ഇല്ല. അതെന്തായിരിക്കും? എത്ര വയസ്സുള്ള കുട്ടിയാണ്? വയസ്സില്ല. ഞങ്ങളിപ്പോ MSW കഴിഞ്ഞു, ഗ്രാജുവേറ്റ് ആണ്. അവന് JRF അതായത് PhD കിട്ടിയിട്ടുണ്ട്. സോ നോളജ് അത്രത്തോളം ഉണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവന് എഴുതാൻ ഒരു ഇത് കാണിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. എഴുതാൻ ചെറുപ്പം തൊട്ടേ ബുദ്ധിമുട്ടുണ്ടോ ആൾക്ക്? ഞാൻ എഴുതുന്നതിനെ കാര്യം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല. സോ എനിക്ക് അറിയത്തില്ല. ഞാൻ വായിക്കാൻ തന്നെ തുടങ്ങിയത് കൊറോണയുടെ സമയമായപ്പോഴാണ് മലയാളം ബുക്ക് മൊത്തം വായിക്കാൻ തുടങ്ങിയതും അങ്ങനെയൊക്കെ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് വായിക്കാൻ പറ്റുമോ? എന്റെ ഫ്രണ്ട് നന്നായിട്ട് വായിക്കും. എന്താണ്? ഫ്രണ്ട് നന്നായിട്ട് വായിക്കും. ഓക്കെ. എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞത് ഇദ്ദേഹത്തിന്? അവനൊരു 26 വയസ്സാണ്. 26 വയസ്സുള്ള ആൾക്ക് എഴുതാനാണ് ബുദ്ധിമുട്ട് അല്ലേ? അതെ. ബാക്കി കാര്യത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. കാരണം ക്ലാസ്സിലെ നോട്ടൊക്കെ അവൻ ലാപ്പിലാണ് ടൈപ്പ് ചെയ്ത് വെക്കുക. എഴുതുമ്പോ ഇപ്പം ഇപ്പോഴും അക്ഷരങ്ങളും സ്പെല്ലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? അവൻ പെണ്ണെടുത്ത് ഞാൻ കണ്ടിട്ടില്ല. പേനെടുക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല. നമുക്ക് ഹിസ്റ്ററി നല്ലോണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താ പറയണ്ടെന്ന് അറിയുള്ളൂ. കാരണം ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ ചെറുപ്പം മുതലേ എഴുതുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ഇനി എഴുതാൻ പറ്റാത്തത്? അവൻ ശ്രമിക്കാത്തതുകൊണ്ടായിരിക്കും. ഏത് തരം ഭിന്നശേഷിയാണോ ഉള്ളത്? അതായത് ചെറുപ്പത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയൊരു സമയം കഴിഞ്ഞപ്പോഴാണ് ഇത് വന്നത്. നടക്കാനൊക്കെ പറ്റും, പക്ഷെ കറക്റ്റ് എനിക്ക് ഏതാണ്ട് സെറിബ്രൽ ആ സംഭവം തന്നെയാണ്. പക്ഷെ എനിക്ക് അവന്റെ അസുഖത്തിനെ കുറിച്ച് എനിക്ക് ചോദിക്കാനും താല്പര്യമില്ല. സോ വിഷമാവുള്ളൂ എന്നുള്ളൊരു സംഭവത്തില്. ഓക്കെ, ഇപ്പോ ഒരു വ്യക്തമായിട്ട് മറുപടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കാര്യം കിട്ടുന്ന ഇൻഫർമേഷൻസ് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലായില്ല. ചിലപ്പോ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ എഴുതാനുള്ള ആ ഒരു പ്രോപ്പറായിട്ടൊരു ബാക്കപ്പ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ മാം, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. ഞാൻ സീനിലാണ് എന്റെ ബ്രദറിന്റെ മക്കളുടെ ചോദിക്കുന്നത്. അവര് ട്വിൻസാണ്. 7 വയസ്സുണ്ട്. 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു ഗേളും ആണ്.
അപ്പോ ബോയ് കുഴപ്പമില്ല, നല്ല രീതിയിൽ മെമ്മറിയൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ട് പെട്ടെന്ന്. പക്ഷേ ഗേളിനെ പെട്ടെന്ന് മറന്നു പോകുന്നുണ്ട്, പഠിച്ചതൊക്കെ മറന്നുണ്ട്. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട് അവർക്ക്. ലേറ്റ് ആയിട്ടാണ് കുട്ടികളെ കിട്ടിയത് ബ്രദറിന്. കുറച്ച് വ്യക്തത കുറവുണ്ട്, പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് പറയാമോ? ട്വിൻസ് ആണെന്ന് പറഞ്ഞത്. ട്വിൻസ് ആണ്. ഒരാള് ബോയും ഒരാൾ ഗേളും ആണ്. അപ്പോ ഗേളിന് പെട്ടെന്ന് മറന്നു പോകും പറ്റുന്നതൊക്കെ. ബോയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അവന് അത്യാവശ്യം സ്മാർട്ടാണ്. സ്മാർട്ട് ശരിക്കും ഗേളാണ്, പക്ഷെ പഠിക്കുന്ന കാര്യത്തില് ബോയാണ് മുമ്പില്, ഗേള് പിന്നിലാണ്. പക്ഷെ ഇവർക്ക് മറന്നു പോകുന്നുണ്ട് പെട്ടെന്ന്, പെൺകുട്ടി പഠിച്ചതൊക്കെ മറന്നു പോകുന്നു. അവർക്ക് ലേറ്റ് ആയിട്ടാണ് കുട്ടികളെ കിട്ടിയത്. 10-11 വർഷത്തിന് ശേഷമാണ് കുട്ടികൾ. ഓക്കെ. ഏതെങ്കിലും ഭിന്നശേഷിയുള്ള കുട്ടിയാണോ? ഒരു കുഴപ്പമില്ല, നോർമലാണ്. ഓക്കെ, ജീന സംസാരിച്ചോളൂ. പെൺകുട്ടിയാണെന്നല്ലേ പറഞ്ഞത്? പെൺകുട്ടിയാണെന്നാണ്. പെൺകുട്ടി എത്ര വയസ്സുണ്ട്? പെൺകുട്ടിയാണ്, 7 വയസ്സ്. 7 വയസ്സ്. 7 അപ്പൊ എന്താ ചെയ്യേണ്ടത് മെമ്മറി പവർ കൂടാനായിട്ട്? പഠിക്കുന്നത് മറന്നു പോകുന്നു, അതാണോ പറയുന്നത്? ക്ലിയർ ആവുന്നില്ല മാം. മോള് പഠിക്കുന്നത് മറന്നു പോകുന്നു എന്നതാണോ? മറന്നു പോകുന്നുണ്ട് പെട്ടെന്ന്. പെട്ടെന്ന് മറന്നു പോകും ആൾക്ക്. ഏത് ക്ലാസ്സിലേക്ക്? 1ാം ക്ലാസ്സിലായിരിക്കോ? 2ാം ക്ലാസ്സിലാണ് ഇപ്പൊ ഉള്ളത്. 2ാം ക്ലാസ്സില്. LKG UKG ഒക്കെ അക്ഷരങ്ങളും ഒക്കെ അറിയാമോ? അതോ അന്നേരം മറവിയുണ്ടോ? അവിടെ തൊട്ടേ മറവിയുണ്ട് ആൾക്ക്. സമയമാകുമ്പോ നമ്മള് റിപ്പീറ്റ് ചെയ്ത് ചെയ്യിക്കുന്നത് കൊണ്ട് മാത്രമാണ് പെട്ടെന്ന് മറന്നു പോകാറ്. മാർക്കൊക്കെ കുറവാണോ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ അപേക്ഷിച്ച്? മാർക്ക് കുറവാണ്. കുറവാണ്. അപ്പം എനിക്ക് തോന്നുന്നു മോൾക്കൊരു സൈക്കോളജിയുടെ ഇവാലുവേഷൻ വേണ്ടി വിചാരിക്കും. ബുദ്ധിപരമായിട്ടൊക്കെ ആള് ഏത് ലെവലിൽ നിൽക്കുക എന്നുള്ളത് അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഈ ഓർമ്മക്കുറവ് വരുന്നതെന്നുള്ളത്. ചില കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ മാത്രം മെമ്മറി ഇഷ്യൂസ് വരാറുണ്ട്. അങ്ങനെ ബുദ്ധിപരമായിട്ട് കുഴപ്പങ്ങളില്ലെങ്കിൽ പഠിക്കാൻ മാത്രം മെമ്മറി ഇഷ്യൂസ് കാണിക്കുകയാണ്, അതൊരു പഠന വൈകല്യത്തിന്റെ ഭാഗമായിട്ട് ആയിരിക്കാം. അപ്പം മോളെ എന്തായാലും ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി ഇവാലുവേഷൻ ചെയ്താലേ അറിയുള്ളൂ കേട്ടോ. താങ്ക് യു മാം. ഹലോ മാം. ഹലോ. പറയൂ. ഹലോ. ഞാൻ 17 വയസ്സുള്ള 100% ബയലാട്രൽ ഹിയറിംഗ് ഡിഫക്റ്റ് ഉള്ള കുട്ടിയുടെ മാതാവാണ്. ഓക്കെ. അവള് 1 to 10 നോർമൽ സ്കൂളിലാണ് പഠിച്ചത്. കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെവിയില്. ശരി. ഓക്കെ. അപ്പം പഠിത്തമൊക്കെ വളരെ പുറകോട്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കുട്ടി എന്നുള്ള നിലയിൽ ടീച്ചേഴ്സും കെയർ കൊടുത്തിരുന്നു. പിന്നെ സ്പീച്ച് തെറാപ്പി അങ്ങനെ ഫുള്ള് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഒരു 3 to 5 ഇയേഴ്സിൽ വരെ കൊടുത്തിട്ടുള്ളൂ. 3 ഇയർ ആയപ്പോഴാണ് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരി. പിന്നെ ഉള്ള സംസാരം നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് പ്ലസ് സ്കൂളില് കുട്ടികളുമായിട്ടുള്ള മിങ്കിളിങ് അതെല്ലാം ആയിരുന്നു. ഇപ്പൊ വന്നിട്ട് കറണ്ട് സിറ്റുവേഷൻ വന്ന് അവള് ഒരു 8th 9th കൂടിയാണ് ഓൾമോസ്റ്റ് കുറച്ചൊക്കെ മലയാളം വായിക്കാൻ പഠിച്ചത്. പിന്നെ ഇംഗ്ലീഷ് ഒട്ടും അങ്ങനെ ഒരു നല്ല വായനയില്ല. ചെറിയ ആൽഫബറ്റ്സ് അല്ല, ചെറിയ സെന്റൻസ് വളരെ റെയറായിട്ട് മാത്രമേ അങ്ങനെ വായിക്കുന്നുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് ടഫ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ ആൽഫബറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ +1 ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അത് ഹിയറിംഗ് ഡിഫക്റ്റ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. എന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടെ ഒരു 2-3 കുട്ടികളെ ഹാർഡ്ലി അവളുടെ ബാച്ചിൽ സംസാരിക്കുന്നതുള്ളൂ. ബാക്കി എല്ലാരും ഇത് ആംഗ്യം പറയുന്ന പിള്ളേരാണ്. അപ്പം ഇപ്പം അവൾ ഓൾമോസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ കൂടെ മിങ്കിൾ ആവുമ്പോൾ അവളുടെ ഇപ്പൊ ഉള്ള സംസാരത്തിന്റെ ഇതങ്ങ് മൈനസ് ആയി പോവോ, അതോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ?
സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം കുട്ടി എവിടെയാണോ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ കുട്ടിക്ക് എക്സ്പോഷർ കിട്ടുന്നത് എവിടെയാണോ അവിടോട്ടേക്കായിരിക്കും കുട്ടി തീർച്ചയായിട്ടും പോകുന്നത്. ക്ലാസ്സിലെ 3 കുട്ടികൾ സംസാരിക്കുന്നവരുമായിട്ട് കുട്ടി മിങ്കിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി ഉള്ളത് അവിടെ സസ്റ്റെയിൻ ചെയ്യും. പ്ലസ് കുട്ടി സൈൻ പഠിക്കാനുള്ള ഒരു സാധ്യതയും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ല കുട്ടി മറ്റുള്ളവരുമായിട്ടാണ് കൂടുതൽ ഇടപെടുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളതിനകത്തുനിന്ന് കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവള് പറയുന്നത് ടീച്ചേഴ്സ് പറഞ്ഞു സൈൻ പഠിക്കണം എന്ന് പറയുന്നു. പിന്നെ അവിടുത്തെ ക്ലാസ്സസ് ഒക്കെ മോസ്റ്റ്ലി ഓഡിയോ വിഷ്വൽ ആണ്. പിന്നെ ടീച്ചേഴ്സ് അങ്ങനെ മറ്റുള്ള കുട്ടികളെ എനിക്ക് തോന്നുന്നു അവരെ കൊണ്ട് അങ്ങനെ പറയിക്കുന്ന ഒരു ഇതില്ല. കാരണം കുറച്ച് കുട്ടികൾ പറയുന്നു, കുറച്ച് കുട്ടികൾ പറയാത്തപ്പോ മോസ്റ്റ്ലി വിഷ്വൽ ആൻഡ് സൈൻ ആണ് അവിടെ പോകുന്നത്. അതുപോലെ തന്നെ തിരിച്ച് യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾ അത് ഇവിടെ പ്രോത്സാഹിപ്പിക്കാണ്ട് ശ്രമിക്കുക. ഇപ്പൊ വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിറ്റുവേഷൻസ് പോകുമ്പോഴോ സംസാരം ഉള്ള കുട്ടിയാണെങ്കിൽ അതോടെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. രണ്ടും മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നത് പോലെ കുട്ടി പോകട്ടെ. സൈൻ ലാംഗ്വേജ് ആണെങ്കിലും സ്പീച്ചും ഉണ്ടെങ്കിൽ അത് പുറകോട്ട് പോകാതിരിക്കാനായിട്ട് മറ്റു സിറ്റുവേഷൻസ് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും ഒരു സ്പീച്ച് തെറാപ്പിയോ അല്ലെങ്കിൽ നമ്മൾ ലാംഗ്വേജ് ട്രെയിനിങ്ങോ കൊടുത്താല്, കാരണം ഇപ്പൊ 17 years ആയി, എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുക? ചിലർ പറയുന്നു ഇത്ര ആയില്ലേ, ഇനിയിപ്പോ ഓൾറെഡി ബ്രെയിൻ ഡെവലപ്മെന്റ് എല്ലാം ആയി, ഇനിയിപ്പം വലിയ പ്രയോജനം ഉണ്ടാവില്ല, കാരണം ലിംഗ്വൽ എല്ലാം ഓൾറെഡി കംപ്ലീറ്റ് ആയി, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവില്ല എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടോ? നമുക്ക് ചിലപ്പോൾ ഞങ്ങൾ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. എന്നും അവർക്ക് എന്തെങ്കിലും ചെറിയ എക്സസൈസോ കാര്യങ്ങളോ ഒക്കെ റെക്കമെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റുള്ളൂ. പിന്നെ പ്രായം ഒരു ഘടകം തന്നെയാണ്. നമ്മൾ എത്രയും വേഗത്തിൽ എത്രയും ചെറിയ പ്രായത്തിൽ കൊണ്ടുവരുമ്പോഴാണ് മാക്സിമം ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാകുക. പ്രായം കൂടും തോറും ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. അപ്പം നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ സ്പീച്ച് പത്തോളജിസ്റ്റിനെ കണ്ടിട്ട് കുറച്ചുകൂടെ സ്പീച്ചിന് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താൻ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു. ഹലോ മാം. പറയൂ. മാം, എൻ്റെ മോള് 13 years ഓൾഡാണ്. ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്, നോർമൽ സ്കൂളിലാണ്. അപ്പോ ID ഉള്ള കുട്ടിയാണ്. അപ്പൊ സ്റ്റിൽ നോട്ട് റീഡിങ് ഓർ റൈറ്റിംഗ്. ചില വേർഡ്സ് ഒക്കെ കോപ്പി ചെയ്ത് എഴുതാൻ അറിയാം, പക്ഷെ ഒന്നുകൂടി പറയാമോ? കുട്ടിയുടെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ എന്താണെന്ന് കേട്ടില്ല. മോള് ID ഉള്ള കുട്ടിയാണ്, ഡിസബിലിറ്റി ഉള്ള ആളാണ്. അപ്പോ മോള് വേർഡ്സ് കോപ്പി ചെയ്ത് നമ്മളിപ്പോ എഴുതി കൊടുക്കുന്നത് നോക്കി എഴുതാൻ അറിയാം, പക്ഷെ വേർഡ്സ് ചേർത്ത് വായിക്കത്തില്ല. പിന്നെ ചില വേർഡ്സ് കണ്ട് അതിങ്ങനെ മനസ്സിലാക്കി അതിങ്ങനെ മെമ്മറിയിൽ വെച്ചിട്ട് ഇത് ക്യാറ്റ് ആണ് അല്ലെങ്കിൽ ഇത് ഡോഗ് ആണ് അങ്ങനെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതല്ലാതെ ഈ ആൽഫബറ്റ്സ് ചേർത്ത് വായിക്കുന്ന ഒരു ടെൻഡൻസി ഇല്ല. അപ്പൊ ഇതുവരെയും 9th സ്റ്റാൻഡേർഡിലായി, പക്ഷെ ഇതുവരെയും വായിക്കാനോ എഴുതാനോ അറിയില്ല. അതെ, ചേർത്ത് വായിക്കുന്നില്ല, വേർഡ്സ് ചേർത്ത് വായിക്കുന്നില്ല. ആയുടെ ചിഹ്നം, അങ്ങനെ ചിഹ്നങ്ങൾ അറിയാമെങ്കിൽ പോലും അത് ചേർത്ത് കാന്നോ കീന്നോ വായിക്കില്ല. ആയുടെ ചിഹ്നം അല്ലെങ്കിൽ ഈയുടെ ചിഹ്നം അങ്ങനെ പറഞ്ഞാണ് ചെയ്യുന്നത്. അപ്പൊ അത് ചേർത്ത് വായിക്കാനുള്ള ഒരു ഇത് കാണിക്കുന്നില്ല. കുട്ടി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഗവൺമെന്റ് സ്കൂളില്, നോർമൽ സ്കൂളിലാണ്. അപ്പൊ അവിടെയുള്ള എക്സ്പോഷർ ഒക്കെ എങ്ങനെയാ? അവിടെ സ്പെഷ്യൽ ടീച്ചറിന്റെ അസിസ്റ്റൻസ് ഉണ്ട്, മിക്ക ദിവസങ്ങളിലും ഉണ്ട്. ഒരു ദിവസം ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസവും സ്പെഷ്യൽ ടീച്ചർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. വീട്ടില് വന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ആ ഒരു അസിസ്റ്റൻസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ അസിസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. ജീന, എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ഓൾറെഡി ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ എത്ര വയസ്സുണ്ടാ നോക്കിപ്പോ? ഹലോ, എത്ര വയസ്സുണ്ട് നോക്കിപ്പോ? ഹലോ, 13. 17 പറഞ്ഞേ? 13 വയസ്സ്. ഓക്കെ. അമ്മ ഓൾറെഡി നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് പഠനപരമായിട്ട് ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ച് എഴുതാനും പഠിക്കാനും ഉള്ള ഒരു ലിമിറ്റേഷനും അവർ കാണിക്കാറുണ്ട്.
പക്ഷെ മോളിപ്പോ 13 വയസ്സാണെങ്കിലും ചിലപ്പോ അവിടെ ഒരു 6 വയസ്സിന്റെ ഒരു 7-8 വയസ്സിന്റെ രീതിയിലുള്ള വായനയായിരിക്കാം ചിലപ്പം കാണിക്കുന്നത്. അപ്പം ആ ഒരു ബാക്ക്വേർഡ്നെസ്സും ഉണ്ടായിരിക്കും പഠനത്തിൽ. അതുകൊണ്ടായിരിക്കും ആ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത്. ചില കുട്ടികൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് വായിക്കുന്ന കുട്ടികളും ഉണ്ട്, ഐഡിയ ഉള്ളത്. എന്നാൽ ചിലർക്ക് അത് പറ്റാത്തതുണ്ട്. ഓറലി മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ, ഓറലി മനസ്സിലാക്കുന്നുണ്ട്. കേൾക്കുന്നില്ലല്ലോ. ഓറലി മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ, എഴുതാനും വായിക്കാനാണ് ബുദ്ധിമുട്ട്. ഓർമ്മ വെക്കുന്നുണ്ട് അല്ലേ? മെമ്മറി നല്ല മെമ്മറിയാണ്. അതൊരു പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് അത് പുറത്ത് പോകാതെ ആ രീതിയിൽ പഠിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലും ചെറിയ ചെറിയ സെന്റൻസസും കാര്യങ്ങളൊക്കെ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക വായിക്കാനായിട്ട്. ചെറിയ സെന്റൻസസ് ആണ്, ചെറിയ സ്റ്റോറീസ് ഒക്കെ മനസ്സിലായി. അപ്പൊ അതിന് പതുക്കെ പതുക്കെ ഇപ്പൊ 13 വയസ്സ് ചിലപ്പോൾ 8ാം ക്ലാസ്സിന്റെ ബുക്കൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അത് കൊടുത്താൽ ചിലപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ സംബന്ധിച്ചാണ് ഒരു ബേസിക് വായന അച്ചീവ് ചെയ്യാന്നുള്ളത് എന്താന്നുള്ളത് നമുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോഴും ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിന്റെ ബുക്സും കഥാപുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ആ ഒരു റീഡിങ് എബിലിറ്റി നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും ഒരു ബുദ്ധിമുട്ട് കാണും. നമ്മള് ശരിക്കും പറഞ്ഞാൽ 13 വയസ്സിന്റെ ലെവലിലുള്ള വായന അച്ചീവ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് കാണും അമ്മ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ മാം. പറഞ്ഞോളൂ. എന്റെ മോനെ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പക്ഷെ ഓനക്ക് ഒന്നും പറഞ്ഞു കൊടുത്താലും ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അക്ഷരങ്ങളൊക്കെ ഓനിങ്ങനെ വായിക്കും, കൂട്ടി വായിക്കാൻ പറഞ്ഞ ഓനക്ക് അറിയുന്നില്ല. പിന്നെ പറഞ്ഞു കൊടുത്താണ് പെട്ടെന്നിന് മറക്കും. പറഞ്ഞു കൊടുത്താ പെട്ടെന്ന് അവൻ മറക്കും ചെയ്യും. മറക്കും. ഒന്നും ഓർമ്മയിൽ നിൽക്കണില്ല അവനക്ക്, പെട്ടെന്ന് മറവിയ. അക്ഷരങ്ങളൊക്കെ കുട്ടിക്കോ നല്ല തറവാണോ? അക്ഷരങ്ങളൊക്കെ ഏകദേശം മലയാളം ഇംഗ്ലീഷൊക്കെ അവനക്ക് അറിയാം. ഓക്കെ. ചെറിയ ക്ലാസ്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളില്? ചെറിയ ക്ലാസ്സിലും അങ്ങനെ തന്നെ. LKG എന്നൊക്കെ വലിയ കുഴപ്പമില്ല. അന്ന് പിന്നെ അക്ഷരങ്ങളില്ലായിരുന്നു, അപ്പൊ ഒന്നും വലിയ കുഴപ്പമില്ല, അതൊക്കെ പോയിരുന്നു. പിന്നെ 1ാം ക്ലാസ്സിലായപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. അക്ഷരങ്ങളൊന്നും കൂട്ടി വായിക്കാൻ അറിയണില്ല. ഇംഗ്ലീഷ് മീഡിയം ആണോ? CBSE ആണോ? സ്റ്റേറ്റ് സിലബസ് ആണോ? മലയാളം മീഡിയം. മലയാളം മീഡിയം ആണ്. ഓക്കെ. പെട്ടെന്ന് മറന്നു വരികയാണ് മക്കളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിലൊക്കെ. ഹലോ ഹലോ അമ്മ, മോള് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? ക്ലാസ്സിൽ ശ്രദ്ധ കുറവാണ്. നമ്മളിപ്പോ പഠിപ്പിക്കുമ്പോഴൊക്കെ അവർക്ക് വേറെ ശ്രദ്ധ. ഓക്കെ. അപ്പം പഠിക്കാനുള്ള ഓർമ്മക്കുറവുണ്ട്. എത്ര പഠിപ്പിച്ചു കൊടുത്താലും മനസ്സിലാക്കി എടുക്കാനും പ്രശ്നമുണ്ട് അല്ലേ? പ്രശ്നമുണ്ട്. അതെ. പിന്നെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. ക്ലാസ്സിൽ ശ്രദ്ധ ഒക്കെ കുറവാണ് അവർക്ക്. അപ്പം എനിക്ക് തോന്നുന്നു മോനെ സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് എന്താ ബുദ്ധിമുട്ടെന്ന് അറിയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. കാണിച്ചിട്ടുണ്ട്, എന്തോ പറഞ്ഞു? ഐക്യു ടെസ്റ്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് കിട്ടില്ല. അപ്പൊ അത് ഫോളോ അപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എന്താ ബുദ്ധിമുട്ടെന്നുള്ളത് നമുക്ക് അറിയുള്ളൂ. ഓക്കെ. അപ്പൊ അത് റിപ്പോർട്ടിലെ ഒരു ടെസ്റ്റിന്റെ ഒരു സ്കോർ കാണുമല്ലോ. ആ സ്കോറിന്റെ ബേസിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ബുദ്ധിമുട്ടുള്ളത്, എന്താണ് പഠിക്കാൻ. 7 വയസ്സായിക്കണം. അപ്പൊ അവിടെ നിന്ന് നോക്കിയവർ പറഞ്ഞു 3 വയസ്സിന്റെ ബുദ്ധിയുള്ളൂ. എന്താണ്? അതുകൊണ്ടാണ് പഠനത്തിലും ബുദ്ധിമുട്ട് കാണിക്കുന്നത്. ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നെങ്കിൽ പിന്നെ അവനക്ക് എങ്ങനെയല്ല, വീട്ടിൽ നിൽക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ എങ്ങനെ കയറണം, ജനാലുമൊക്കെ കൊത്തിപ്പിടിച്ച് കയറുക, ഇങ്ങനെ എകരം പൊട്ട് കയറുക, അങ്ങനത്തെ ഒക്കെ ചെയ്യണം. ഗവൺമെന്റ് സ്കൂളിലല്ലേ അമ്മ പഠിക്കുന്നത്? ഗവൺമെന്റ് സ്കൂൾ. അപ്പൊ അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഓപ്ഷനോട് ഉണ്ടോന്ന് അന്വേഷിക്കുക. അപ്പൊ സ്പെഷ്യൽ എഡ്യൂക്കേഷനോട് കിട്ടുമ്പോൾ അവന് പറ്റുന്ന രീതിയിലുള്ള പഠനം അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും.
ഗവൺമെന്റ് സ്കൂളുകൾ ഇപ്പൊ അവൈലബിൾ ആയിരിക്കും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അപ്പൊ അതുകൂടെ നിങ്ങൾ ട്രൈ ചെയ്യുക. സൈക്കോളജി റിപ്പോർട്ടൂടെ വാങ്ങിച്ചു വെച്ചിട്ട് വേണം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഓപ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ശരി ശരി മാം. ഹലോ മാം. പറഞ്ഞോളൂ. ഇപ്പൊ മോസ്റ്റ്ലി ഞാൻ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ കേട്ടതില് എല്ലാവരും പറയുന്ന പിള്ളേർക്കുള്ള ഒരു കുഴപ്പം ഈ ഓർക്കുന്നില്ല, പഠിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല, അല്ല ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അത് റികളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലും ആയിട്ടൊരു കോമൺ സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ? കോമൺ സൊല്യൂഷൻ എന്ന് പറയാൻ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ അമ്മയ്ക്കും കുട്ടിക്ക് എന്താണ് പ്രായത്തിനനുസരിച്ചുള്ള ബൗദ്ധിക ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കുട്ടിയുടെയും ഡിഫറൻസിനനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഒരു കോമൺ ആയിട്ടൊരു സൊല്യൂഷൻ എന്ന് പറയാനായിട്ട് അത് ബുദ്ധിമുട്ടാണ്. ഓരോ കുഞ്ഞുങ്ങളുടെ കോമൺ ആയിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടിയെ കഴിവതും ഒരു സൈക്കോളജിക്കൽ ഇവാലുവേഷന് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഐക്യുവിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലേണിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടോ എന്നുള്ളതൊക്കെ റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ജനറൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് ഇവാലുവേഷൻ എടുത്താൽ മതി? ഒരുവിധം എല്ലായിടവും അവൈലബിൾ ആണല്ലോ. ഓക്കെ, അത് മതി. ഓക്കെ മാം, താങ്ക് യു. ഹലോ മാം. പറയൂ. മാം, എന്റെ മോള് ഇപ്പൊ UKG-ലാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ മെന്റലി ഫിസിക്കലി ഡിസേബിലിറ്റി ഒന്നുമില്ല, നോർമൽ ചൈൽഡാണ്. പക്ഷെ അവള് ക്ലാസ്സിലൊക്കെ നല്ല പറഞ്ഞു കൊടുക്കും, പഠിക്കുന്ന കാര്യങ്ങളും ലെറ്റേഴ്സും ഒക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ വീട്ടിൽ നിന്ന് ഞാൻ പഠിപ്പിക്കും, എനിക്കൊന്നും അറിയാത്ത പോലെ അവള് അഭിനയിക്കുക. അപ്പൊ അതെന്തുകൊണ്ട് എന്റെ പാരന്റിങ്ങിലുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ? അമ്മ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്? എപ്പോഴും ദേഷ്യപ്പെട്ടൊക്കെയാണോ പഠിപ്പിക്കുക? അല്ല, ഞാനങ്ങനെ ദേഷ്യപ്പെടലൊന്നുമില്ല. ഞാൻ വളരെ കാമായി ഇരുന്ന് എനിക്കറിയോ എന്നൊക്കെ നോക്കി. ചെറിയ തായൊരു മോളും കൂടി ഉണ്ട്. അപ്പൊ അവളും ഇവർ രണ്ടുപേരും പെട്ടെന്ന് അറ്റൻഷനൊക്കെ പോകും. പിന്നെ അവൾ അറിയാത്ത പോലെ. അപ്പൊ ഞാൻ വീട്ടിലുള്ള വേറെ ആരെങ്കിലും കൊണ്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ നല്ല അറ്റൻഷനൊക്കെ കൊടുത്ത് കറക്റ്റ് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അധികം ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കല അവളെ പഠിപ്പിക്കാൻ. ഈ വേറെ ആരെങ്കിലും പഠിപ്പിച്ചാൽ അത് കുഞ്ഞിന് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്നുണ്ട്. ഞാൻ 2-3 മണിക്കൂർ എടുത്ത് പഠിപ്പിക്കുന്ന അവർ 1 മണിക്കൂറിന് ഫുൾ പോർഷനും കവർ ചെയ്യുന്നുണ്ട്. എന്റെ അടുത്താകുമ്പോ ഭയങ്കര കളിക്കുകയാണ്. ഓക്കെ, സ്കൂളിലെ പെർഫോമൻസ് ഒന്നും കുഴപ്പമില്ല? ഇല്ല, സ്കൂളിൽ എല്ലാവരും അവര് പറയും നല്ല ഇതാണ്, ഭയങ്കര എക്സലന്റ് ആണ്, എല്ലാം ചോദിച്ചാൽ പറഞ്ഞത്. അപ്പൊ അവളെ ആൻസർ ഷീറ്റ് ഒക്കെ കിട്ടിയിരുന്നു. അതിൽ ക്ലൗഡ്സിന്റെ പിന്നെ സോങ് ഒക്കെ ഉണ്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇതുവരെ ഈ അവിടെ പാടുന്നില്ല, എനിക്ക് അറിയോ വെച്ചു. ഇന്നലെ ആയിരുന്നു പാരന്റ്സ് മീറ്റിംഗ്. അപ്പൊ അവൾ അവിടെ നിന്ന് അതൊക്കെ പാടുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു തരുന്നില്ല, ഒന്നും അവർക്ക് അറിയില്ല. അങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ അവളെ നിൽക്കുക. ഇളയ കുട്ടി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? തായുണ്ട്. 2 വയസ്സിന്റെ ഗ്യാപ്പ് ഉള്ളു. 2 വയസ്സിന്റെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പൊ കുഞ്ഞ് ഇങ്ങനെ ഒരു ഇപ്പം മൂത്ത കുട്ടിക്ക് പ്രായം എത്രയാണ്? 5 വയസ്സ്. 5 വയസ്സും 2 വയസ്സും. പ്രീ സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നോ? ഉണ്ട്. പ്രീ സ്കൂളിൽ പോകാൻ LKG-യിലാണ്. അക്ഷരമൊക്കെ ആരായിരുന്നു പഠിപ്പിക്കുന്നത്? അമ്മ പഠിപ്പിച്ച? അവിടുന്ന് തന്നെ. ഇപ്പൊ അവള് പിന്നെ കൂട്ടി വായിക്കാനൊക്കെ തുടങ്ങി. മലയാളം ആണെങ്കിലും ഒക്കെ കൂട്ടി വായിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പിന്നെ അതൊക്കെ അമ്മ തന്നെയാണോ പഠിപ്പിച്ചതെന്ന് ചോദിക്കായിരുന്നു. അല്ല, അവിടുന്ന് പഠിപ്പിച്ചതാണ്. ഞങ്ങളത് ഇവിടുന്ന് റിവിഷൻ കൊടുക്കലേ ചെയ്യുന്നുള്ളൂ. ഈ ഒരു പ്രോബ്ലം അമ്മയ്ക്ക് എത്ര നാളായി തോന്നി തുടങ്ങിയിട്ട്? ഇപ്പൊ സ്കൈ 2-ലാണ്. 3 വർഷമാണ് അവളെ ഇത് പ്രീ സ്കൂള്. അപ്പൊ ഫസ്റ്റ് ഇയറിന് ഇതുപോലെ തന്നെയായിരുന്നു. കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? ഫസ്റ്റ് ഇയറിനും ഇപ്പൊ സ്കൈ 1, സ്കൈ 3 3 ബാച്ച് ആയിട്ടാണ്. അപ്പൊ സ്കൈ 2-ലെത്തി. ഇപ്പൊ സ്കൈ 1-ൽ തന്നെയാ. ഇവിടുന്ന് ഒന്നോട് പറഞ്ഞില്ല, ഒന്നും വായിച്ചില്ല, അറിയാത്ത കുട്ടികളെ പോലെ നിൽക്കുന്ന പറയുമ്പോ ടീച്ചേഴ്സ് പറയും ഇവിടുന്ന് നല്ല പെർഫോമൻസ് ആണ്, ഇവിടുന്ന് എല്ലാം ചെയ്തു തരുമല്ലോ എന്ന് പറയും. ഹലോ, ഒന്നുകൂടെ പറയൂ അമ്മ. അവിടെ ടീച്ചേഴ്സ് ഒക്കെ പറയാം അവര് നല്ല എക്സലന്റ് ആണ്. അവർക്ക് 3 പിന്നെ സ്കൈ 1, സ്കൈ 2, സ്കൈ 3 ആണ്. ഇപ്പോൾ സ്കൈ 2-ലാണ് പഠിക്കുന്നത്. അപ്പൊ സ്കൈ 1-ലായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെ. ഹലോ, ഏത് സിലബസിലാ പഠിക്കുന്നത്? CBSE ആണോ? CBSE ആണ്. CBSE ആണ്. ഓക്കെ. ഇപ്പൊ ഇപ്പൊ UKG അതോ ഫസ്റ്റ് സ്റ്റാൻഡേർഡോ? ഇപ്പൊ സെക്കൻഡ്, തേർഡ്, 3 വർഷമാണ് അവർക്ക്.
ഓക്കെ ഓക്കെ. അപ്പൊ ഈ വർഷമാണ് അത് അമ്മയ്ക്ക് ഫീൽ ചെയ്തത്? അല്ല, കഴിഞ്ഞ വർഷം ഇത് തന്നെയാ അവസ്ഥ. ഞാൻ ഇപ്പോ ഈ എക്സാമിന്റെ ടൈമിലൊക്കെ ആണെങ്കിലും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയത്തിലായിരിക്കും ഏറ്റവും കുറവ് മാർക്ക്, ബാക്കിയുള്ളവരൊക്കെ നല്ല ഫുൾ മാർക്ക് ഉണ്ടാവും ചെയ്യും. അതാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് പഠിപ്പിക്കാനും തരില്ല, അവർ ഇരുന്നും തരില്ല. ഓക്കെ, മറ്റാരെങ്കിലും പഠിപ്പിക്കാൻ ആശ്രയിക്കേണ്ടി വരുന്നുണ്ടല്ലേ? അവരെ ആരെങ്കിലും പഠിപ്പിക്കാനാണെങ്കിൽ അത് 1 മണിക്കൂറിനുള്ളിൽ അവൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അതിൽ അവർക്ക് ഫുള്ള് മാർക്ക് ഉണ്ടാവും. ഞാനിരുന്ന് പഠിപ്പിക്കുന്ന മുഴുവനായിട്ട് പഠിക്കില്ല. പിന്നെ അപ്പോത്തിന് അങ്ങോട്ട് ഇങ്ങോട്ട് കളിച്ചിട്ട് അവർക്കൊന്നും അറിയില്ല എന്നുള്ള നിലക്ക് അക്ഷരം വരെ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അത് കറക്റ്റ് പറഞ്ഞില്ല, വേറെ ആരെങ്കിലും ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. ഇളയ കുഞ്ഞുമായിട്ട് എങ്ങനെയാ ആള്? അവര് ചെറിയ അവർ തമ്മിൽ വലിയ ഗ്യാപ്പ് ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് അറ്റൻഷൻ കിട്ടണം അങ്ങനെ ഒരു ചിന്തയാണ് എപ്പോഴും. അടിയൊക്കെ കൂടും, എന്നാലും ഇഷ്ടമാണ്. ഇളയാൾക്ക് അറ്റൻഷൻ കൂടുതൽ കൊടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള പരാതികൾ എന്തെങ്കിലും പറയാറുണ്ടോ? ഇപ്പൊ അവളെ എടുക്കുകയാണെങ്കിൽ എന്നെ എടുക്കണം, എന്നെ നോക്കണം. ഇപ്പൊ ഇവളെ ശ്രദ്ധിക്കുമ്പോ അപ്പോഴത്തേക്കും അവളവിടെ എന്തെങ്കിലും വികൃതി കാണിച്ചിട്ടുണ്ടാവും, അപ്പൊ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യും. ഓക്കെ ഓക്കെ, അതൊരു സാധ്യതയാണ്. കുട്ടികൾ വലിയ പ്രായ വ്യത്യാസം ഇല്ല, 5ഉം 2 വയസ്സെന്നുള്ളത്. അപ്പം അതൊരു സാധ്യതയാണ്. അയാൾക്ക് പ്രോപ്പർ അറ്റൻഷൻ കിട്ടുന്നില്ല, അല്ലെ അയാൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തത്, അമ്മ പഠിപ്പിക്കുന്ന സ്റ്റൈൽ എങ്ങനെയാണോ എന്നുള്ള അമ്മ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്ത് നോക്കുക. കാമായിട്ട് തന്നെയാണോ, അല്ലെങ്കിൽ അമ്മ പഠിപ്പിക്കുന്ന രീതിയെ കുറിച്ച് വീട്ടിലുള്ള മറ്റാരോടെങ്കിലും ചോദിക്കുക, ഞാൻ ഈ പഠിപ്പിക്കുന്ന രീതിയും നിങ്ങൾ പഠിപ്പിക്കുന്ന രീതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണോ എന്നുള്ളതൊന്ന് നോക്കുക. നമ്മൾ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ ആണെന്ന് പലപ്പോഴും തോന്നും, പക്ഷെ ചിലപ്പോൾ കുട്ടിക്ക് സ്വീകാര്യമായിട്ടുള്ള രീതി ആയിരിക്കില്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ വീട്ടിലുള്ള മറ്റാരോടെങ്കിലും ഒന്ന് ചോദിക്കും, നിങ്ങൾ പഠിപ്പിക്കുന്ന രീതിയും അവർ പഠിപ്പിക്കുന്ന രീതിയും വ്യത്യാസം എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് മേ ബി അമ്മ കൊടുക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടായിരിക്കാം. പഠിപ്പിക്കുന്ന കാര്യത്തിലല്ലേ ഇത്? ഞാൻ പഠിപ്പിക്കുമ്പോ ചെറിയ മോള് വന്നിട്ട് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. മറ്റേ വേറൊരാളെ പഠിപ്പിക്കുന്ന സമയത്ത് അവൾ അങ്ങോട്ട് പോകില്ല, അവൾ എന്റെ അടുത്ത് തന്നെ ആയിരിക്കും. അപ്പൊ അത് അവൾക്കൊരു അറ്റൻഷന് പ്രശ്നം. സ്വാഭാവികമായിട്ട് അപ്പൊ അത് തന്നെയാണ് കാര്യം. അപ്പം പഠിപ്പിക്കാനിരിക്കുമ്പോഴും അമ്മയെ കുട്ടിക്ക് അവൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടുന്നില്ല. അപ്പം ഇളയാള് വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നതിൻ്റെതായിട്ടൊക്കെ ഉള്ള ഒരു പ്രയാസമാണ് പുള്ളി അത് അങ്ങനെ കാണിക്കുന്നത്. അതിനുള്ള ഒരു ഞാൻ അവളെ പഠിപ്പിക്കുമ്പോ ചെറിയവളെ എവിടെയെങ്കിലും ആക്കിയിട്ട് അങ്ങനെയൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ഒന്നുകൂടി അറ്റൻഷനൊക്കെ കിട്ടുമായിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഇളയാളെ ഉറക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റാരുടെയും കയ്യിൽ കൊടുത്തിട്ട് ഇയാൾക്ക് വേണ്ടി മാത്രം അമ്മ ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാറ്റം വരും. പറഞ്ഞോളൂ, കേൾക്കാം. മദീന റഹീസ് പറഞ്ഞോളൂ. ഹലോ മാഡം, എന്റെ മോനെ ഭയങ്കര ടെൻഷനാണ്. ഈ ടെൻഷൻ ഒന്നും മാറ്റില്ല. ഇപ്പൊ ഒരു കുഴപ്പമില്ല. വീട്ടിൽ നിന്നും ബുദ്ധിമുട്ടില്ല, പക്ഷെ ഇപ്പൊ ഒരുപാട് ടെൻഷൻ മാറാൻ പറഞ്ഞല്ലോ മാഡം. അമ്മ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? അമ്മ പറയുന്നത് ക്ലിയർ ആകുന്നില്ല. അയ്യോ, ഒന്നുകൂടെ പറയാമോ? എന്റെ മോൻ ആ ടെൻഷൻ ഇപ്പൊ 10 ദിവസങ്ങളാണ് കൂടി. അപ്പൊ അതൊന്നും മാറാൻ ടെൻഷൻ ആണ് എന്ന് പറഞ്ഞത് മനസ്സിലായി. കുട്ടിയുടെ പ്രായം എന്തോ? 32 വയസ്സായിട്ടാണ്. 32 വയസ്സായിട്ടുള്ള വ്യക്തിയാണ്. എന്ത് ചെയ്യുന്നു? അപ്പൊ ചെയ്യുകയാണെങ്കിൽ അവന് ഭയങ്കര ടെൻഷൻ പോകും. അതെന്താണ്? ആളെന്ത് ചെയ്യാണ്? അവനിപ്പോ ഒന്നും ചെയ്യില്ല. അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. പിന്നെ മുന്നോട്ട് പോകാനുള്ള എനിക്ക് പഠിക്കാനുള്ള ആ ഒരു ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ എന്ത് പറഞ്ഞാലും അവൻ ടെൻഷൻ. അമ്മ പറഞ്ഞതൊന്നും വ്യക്തമല്ല. ഇവിടെ നിഡാസ് ടീമിന്റെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് വിളിച്ചാൽ നമുക്ക് പറ്റുന്ന അഡ്വൈസ് നമ്മൾ തരാം. അമ്മ പറയുന്നത് ക്ലിയർ ആകുന്നില്ല. ഓക്കെ, ഹലോ പറയൂ. ഹലോ മാം, ഞാന് വിഴിഞ്ഞത്തുനിന്നാണ് വിളിക്കുന്നത്. ശരി അമ്മ പറയൂ. എന്റെ മോന് 19 വയസ്സായിട്ടുണ്ട്. മോനാണോ? മോനാണ്. ഓക്കെ.
മോന് ഇന്റലക്ച്വൽ ഡിസാബിലിറ്റി 45% ആണ്. ഓക്കെ കഴിഞ്ഞു. പിന്നെ NCRS നാലാഞ്ചിറ സെന്റർ അവിടെ പ്ലംബിന്റെ ട്രേഡ് കഴിഞ്ഞു 1 വർഷത്തെ. ആ ശരി. കോഴ്സ് 1 മാസം ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഭയങ്കര ദേഷ്യം ആൾക്ക്. എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലും അവന് എല്ലാം എനിക്കറിയാം എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ്. ഓക്കെ ഓക്കെ. എത്ര നാളായിട്ട് ഈ ഒരു രീതി കാണിക്കുന്നുണ്ട്? ഇപ്പൊ ഒരു 2 കൊല്ലം, 1 കൊല്ലം 1.5 കൊല്ലം മോനെ ഹോർമോണിന്റെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ആളെ ഡയബറ്റിക് ആണ്. ഈ പറഞ്ഞ വ്യക്തി ഡയബറ്റിക് ആണോ? അതെ, മോന് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിന്റെ സർജറി കഴിഞ്ഞതാണ് 13ാമത്തെ വയസ്സിൽ. എന്ത് സർജറി? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. താലസീമിയ പേഷ്യന്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ട്രാൻസ്പ്ലാന്റ് 13ാമത്തെ വയസ്സിൽ CMC വെച്ച് കഴിഞ്ഞ കുട്ടിയാണ്. ശരി ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് മോനെ ഹോർമോൺ ട്രീറ്റ്മെന്റ് അവര് ഡയബറ്റിക് ആയി. സ്റ്റീറോയിഡ് ഒക്കെ കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്കും. ശരി. ഇപ്പൊ ഈ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം ഭയങ്കര ദേഷ്യം മീൻസ് ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കെല്ലാം അറിയാന്ന് പറയും. മലയാളം വായിക്കും എഴുതും. കൂട്ടി വായിക്കുന്നതിന് അവന് മിസ്റ്റേക്ക് വരും. നമ്മൾ തെറ്റ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഭയങ്കര ദേഷ്യം. ഇംഗ്ലീഷ് പിന്നെ എഴുതാനേ അറിയാവൂ, കൂട്ടി വായിക്കത്തില്ല. അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടാണ് ഗ്ലൂക്കോമീറ്ററും സ്ട്രിപ്പും മെഡിസിനും എല്ലാം ഞാനിങ്ങനെ എടുത്ത് മേശപ്പുറത്ത് വെച്ചാലും എല്ലായിടത്തും ബാഗിനകത്ത് വെക്കാൻ ഏതെങ്കിലും ഒന്ന് മറന്നു. പുള്ളി തനിയെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. മറക്കും. ഞാനും കൂടെ ഇപ്പൊ ക്ലാസ്സിന് പോകുന്നത് തന്നെ. ഇപ്പൊ ക്ലാസ്സിലാണ് കുട്ടി, ഞാനും മാറിയിരിക്കുവാണ്. അപ്പൊ എന്തെങ്കിലും ഇന്ന് തന്നെ സ്ട്രിപ്പ് എടുക്കാൻ മറന്നു. ഇതിന് ഒരു മാറ്റം എങ്ങനെ ഞാൻ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുതരും. ആങ്കർ ഇഷ്യൂ ആണല്ലേ? അതെ. എന്താ ഞാൻ അംഗീകരിക്കുന്നില്ല. ഇല്ല, ഞാൻ ചെയ്തത് ശരിയാണ്. പിന്നെ വന്ന് ചോദിക്കും, ഞാൻ ഇത്രയും ചെയ്തില്ലേ, ഞാൻ ഇത്രയും വായിച്ചില്ലേ, അപ്പൊ എനിക്ക് ശരിയല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ ഹോർമോൺ ട്രീറ്റ്മെന്റിന് ശേഷമാണ് ഇത് കൂടുതലായിട്ട് തോന്നി തുടങ്ങിയത്? ആണ്. അതെ. ഓക്കെ. ജീന, എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? ഞാൻ പറയാം. 19 ഇയർ ഉള്ള ബോയ് ആണ്. ID 45% ഉണ്ട്. ഇപ്പോൾ ഉള്ള കറന്റ് പ്രോബ്ലം ആങ്കർ ഇഷ്യൂ ആണ്. 13 ഇയേഴ്സില് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കുട്ടിയാണ്. ഇപ്പൊ ഡയബറ്റിക് ആണ്. പിന്നെ ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. എഴുതും വായിക്കും. പക്ഷേ ഇപ്പൊ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിയുടെ എറേഴ്സ് ഒന്നും പറയുന്നത് പുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഹോർമോൺ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ആങ്കർ ഇഷ്യൂസ് കൂടുതൽ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ID ഓൾറെഡി ഡയഗ്നോസിസ് ആണ്. അപ്പൊ ID ഉള്ളവർക്കും സ്വഭാവ പ്രശ്നങ്ങൾ കാണിക്കാനും സാധ്യതയുണ്ട്. ഇപ്പം ID ആണെങ്കിലും കുറച്ചുകൂടെ വലുതാകുമ്പം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതൊന്നും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നും ഇല്ല. മനസ്സിലായി? അപ്പം സ്വന്തം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് തന്നെ വിടാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഫീഡ്ബാക്കിൽ കൊടുക്കുന്ന ടോണും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം ID ആണെങ്കിലും ഞാൻ വലുതായി മറ്റുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ അവർക്ക് ഒബ്സർവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മളുടെ സംസാര രീതി ഒത്തിരി ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കുന്ന രീതികളൊക്കെയാണ് ചിലപ്പോൾ അത് നമ്മൾ മാറ്റേണ്ടി വരുമായിരിക്കാം. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടെ ദേഷ്യം വ്യക്തമുണ്ടാവുള്ള അവർക്ക്. പക്ഷെ ഈ ഉറക്കം, ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഉറക്കം രാവിലെ 5 മണിക്ക് എണീക്കും, പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിൽ പോകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇത് അവൻ ചെയ്യുന്ന കാര്യം തെറ്റ് വന്നാൽ ഞാൻ പറയാൻ പാടില്ല. പറഞ്ഞ ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്, ഉമ്മ പറഞ്ഞതാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ തിരിച്ചെന്നോട് ചിലപ്പോ ദേഷ്യം. നമ്മള് ചിലപ്പോ നമ്മൾ എപ്പോഴും തെറ്റുകൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ സ്വന്തമായിട്ട് ആ കുട്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതിനെ കൂടെ പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കാനൂടെ ശ്രമിക്കുക. ഞാനത് ഇടയ്ക്കിടയ്ക്ക് അവനോട് പറയുന്നത്, ഞാൻ ചെയ്തത് എന്നെ ഇഷ്ടപ്പെട്ടു, കൊള്ളാം, ഇതുപോലെ ചെയ്യണം. എനിക്ക് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്ത് തരും. വന്നിട്ട് തേങ്ങ തിരിച്ചരാ, പാത്രം, ഞാൻ ചെറുതായിട്ട് അവനെ കൊണ്ട് കഴിയുന്ന സമയത്ത് സ്വന്തമായി തന്നെയാണ് തുണിയൊക്കെ നനച്ചിടുന്നത്. മറ്റാരും കഴിയുന്നത് അവന് ഇഷ്ടമല്ല. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവനെ നല്ലത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ വായന കാര്യങ്ങളൊക്കെ വരുമ്പോ ഒന്നും പറ്റി പറയാൻ പാടില്ല.
ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഈ ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം ഇതിന് എന്തെങ്കിലും സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഡോക്ടറോട് ചോദിച്ച് സംശയം ക്ലാരിഫൈ ചെയ്യാമേ. അതിന്റെ ആണോ ഒന്നുകൂടെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. പക്ഷെ നമുക്കിപ്പോ ചെയ്യുന്നത് ഇവർ മുതിരും തോറും ഇവരുടെ സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ദേഷ്യം, അതൊക്കെ ഇവരുടെ ഒരു നേച്ചറിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഐഡിയ ആണെങ്കിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ചെയ്യേണ്ടത് കൂടുതൽ പ്രൊവോക്കേഷൻ കൊടുക്കാതെ കൊണ്ടുപോവുക. അവർ ദേഷ്യം വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ മാക്സിമം ശാന്തമായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കൂടുതൽ തിരിച്ച് പ്രകടിപ്പിക്കുകയാണ് അവർക്ക് ദേഷ്യം കൂടുള്ളൂ. അപ്പൊ അവരുടെ ദേഷ്യം ഒക്കെ ഒന്ന് കാമായതിനു ശേഷം മാത്രം പിന്നീട് അവരെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം സേഫ് ആണോ നോക്കുക, മറ്റുള്ളവർ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് നോക്കുക, സാധനങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നമ്മളൊരു പ്രിപ്പറേഷൻ എടുത്താൽ മതി. ഓക്കെ, ശരി. ഹലോ മാഡം. ഹലോ, പറഞ്ഞോളൂ. ഞാന് വടക്കഞ്ചേരി നിന്നാണ്, പാലക്കാട് ജില്ലയില്. ശരി. എന്റെ കുട്ടിക്ക് 13 വയസ്സുണ്ട്. ഓക്കെ. സാധാരണ ഗവൺമെന്റ് സ്കൂളിലാണ് പോകുന്നത്. ഇപ്പൊ 7ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്നു. ഓക്കെ. ID ആണ് ഉള്ളത്. ശരി. കുട്ടി അല്പസ്വല്പം ബുക്ക് നോക്കി എഴുതുന്നുണ്ട്, എന്നാൽ പ്രോപ്പറായിട്ട് എഴുതുന്നില്ല. ഓക്കെ. പരീക്ഷയെല്ലാം ഞാൻ സ്കൂളിൽ പോയിട്ടാണ് എഴുതിപ്പിക്കുന്നത്. ശരി. അപ്പൊ അത് കറക്റ്റ് ആയിട്ട്, അത് ഫുള്ളും നമുക്ക് എഴുതിക്കാൻ സാധിക്കാറില്ല. 1 വേർഡ് മാതിരി അങ്ങനെയൊക്കെ എഴുതിക്കാൻ പറ്റുന്നുള്ളൂ. നമ്മൾ കൂടുതൽ എഴുതിക്കുകയാണെങ്കിലും മതി എന്ന് പറയും. കുറച്ചു നേരം എഴുതി കഴിയുമ്പോ മതി എന്ന് പറയും. ശരി. അതല്ലെങ്കിൽ ഞാൻ എഴുതിക്കുന്ന എന്റെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് അവളെ എഴുതുന്ന വെച്ചാൽ പ്രോപ്പർ അല്ല, കറക്റ്റ് ആയിട്ടുള്ള ലെവലിലല്ല എഴുതുന്നത്. ഓക്കെ. പിന്നെ മലയാളം വായിക്കുന്നത് ഈ ഒരു എന്നുള്ള ആ ഒരു വേർഡ് മാത്രമേ ഇപ്പൊ കൂട്ടി വായിച്ചിട്ടുള്ളൂ ഇതുവരെയ്ക്കും. ബാക്കിയെല്ലാം നോക്കി പകർത്തി എഴുതുന്നു മാത്രമേ ഉള്ളൂ. അത് വളരെ സ്ലോവിലാണ്. അതായത് ചോദ്യം അല്ലെങ്കിൽ അതിനുള്ള ഉത്തരം എന്നുള്ള രീതിയിൽ എഴുതിയിട്ടില്ല അതുവരെയ്ക്കും. പിന്നെ കുട്ടി കണ്ണാടി ഇങ്ങനെ കുറെ നേരം നോക്കി നിൽക്കുന്നുണ്ട്. ശരി. അപ്പൊ അത് അതായത് ഇവര് എന്താണ് പ്രായത്തിനനുസരിച്ചുള്ള ആ ഒരു വികാസമായിട്ട് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റുമോ? അമ്മ ഉദ്ദേശിച്ചത് ഈ കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന കാര്യമാണോ? അതായത് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ കണ്ണാടി, അതായത് അലമാരയുടെ വലിയ അലമാരയുടെ വലിയ കണ്ണാടിയില്ലേ, അതിന്റെ മുന്നിലൊക്കെ വരുമ്പോ ജസ്റ്റ് ഇങ്ങനെ നോക്കി, അതായത് സ്വന്തം രൂപം ഇങ്ങനെ ആസ്വദിക്കുന്ന രീതിയിൽ നോക്കണത് കണ്ടിട്ടുണ്ട്. കുട്ടിക്ക് എത്ര ശതമാനം ഉണ്ട് ID? 50 ഇതുവരെ കണ്ടിട്ടുള്ളത്. ശരി ശരി. സ്കൂളിലേക്ക് പോകും, സ്കൂളിൽ ഇരിക്കും. ഈ പീരീഡ്സ് ടൈമിൽ മാത്രം സ്കൂളിലേക്ക് വിടാറില്ല, വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആദ്യം ഇത് പീരീഡ്സ് ആണെന്നുള്ളതൊന്നും കുട്ടിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ അത് ഇതാണെങ്കിൽ പീരീഡ്സ് എന്നുള്ള വാക്ക് പറഞ്ഞു ഇതാണെന്നുള്ളത് കുട്ടി ഇപ്പൊ പറയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ളതാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാം അങ്ങനെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശരി ശരി. ഇപ്പൊ ഈ അതായത് നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ സ്ഥിതിക്ക് അനുസരിച്ചുള്ള ആ ഒരു ഇതാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായി. കുട്ടി സ്വയം ആസ്വദിക്കുന്നത് കാണുന്നു, അത് നോർമൽ ആണോ എന്നുള്ളതല്ലേ അമ്മയുടെ സംശയം? ഓക്കെ. ജീന സംസാരിക്കുന്നുണ്ടോ? അമ്മ പറഞ്ഞത് കണ്ണാടി നോക്കി അമ്മയുടെ കൺസേൺ എന്താണ് ശരിക്കും? ജീന ഞാൻ പറയാം. അതായത് കുട്ടി 13 വയസ്സുണ്ട്, ID 50% ആണ്. ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാല് വലിയ കണ്ണാടിയുടെ മുമ്പിലൊക്കെ വന്ന് നിൽക്കുമ്പോ കുട്ടി സ്വയം ഒന്ന് അവളുടെ രൂപം നന്നായിട്ട് നോക്കി ആസ്വദിക്കുന്നു. മനസ്സിലായി. അപ്പൊ അതാണ് അമ്മയുടെ കൺസേൺ. അതെ, അത് നോർമൽ ആണോ എന്നുള്ളതാണ് അമ്മയുടെ. അത് നമുക്ക് അവള് എന്താ ചെയ്യുന്നെന്നുള്ളത് അമ്മ ചോദിക്കാം. സ്വന്തം രൂപ ആസ്വദിക്കുകയാണോ? അതൊക്കെ എല്ലാ പ്രായത്തിലും കുട്ടികൾക്ക് വരുന്നത് കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ തന്നെ 4 അല്ലെ 3-3.5 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾ കണ്ണാടി നോക്കി സ്വന്തം രൂപ ആസ്വദിക്കാനും സ്വന്തം ഡ്രസ്സ് കാണാനും ഒക്കെ പിള്ളേർ ശ്രമിക്കുന്ന പ്രായം 3-3.5 വയസ്സിന് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. സ്വയം അംഗീകരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അനാവശ്യമായിട്ട് ഒന്നും അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ടെൻഷനായിട്ട് എടുക്കേണ്ട ആവശ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
അമ്മയ്ക്ക് മോളോട് സംസാരിക്കാം, എന്താ കണ്ണാടി നോക്കുന്നത്, മോളുടെ ഡ്രസ് ഇഷ്ടപ്പെട്ടോ, മുടി ചീറ്റിയത് ഇഷ്ടപ്പെട്ടോ, എന്തിനാ കണ്ണാടി നോക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഫോർമലി ആൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ സംസാരിച്ച് നോക്കാം. കേട്ടോ ക്ലിയർ ആയോ? ഹലോ മാഡം പറഞ്ഞോളൂ. അമ്മ കേട്ടോ, നമ്മള് ഭയങ്കര കൺസേൺ ആവുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവള് സ്വന്തമായിട്ടുള്ള ഡ്രസ്സിന്റെ കാര്യങ്ങളോ മുടി ചെയ്യുന്നതാണോ, ഇപ്പം കുട്ടികള് ബുദ്ധിമുട്ട് ഐഡിയ ആണേലും അവർക്കും നമ്മൾ പറയുന്ന ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ അവർക്കും ഉണ്ട്, മനസ്സിലായി. അപ്പൊ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ എല്ലാരും പ്രകടിപ്പിക്കുന്ന പോലെ കാണിക്കണമെന്നില്ല, സാമൂഹികമായിട്ട് അക്സെപ്റ്റബിൾ ആയിട്ട് ചിലപ്പോൾ കാണിക്കണമെന്നില്ല. അപ്പൊ അമ്മ 50%, 45% അല്ലേ പറഞ്ഞിട്ടില്ലേ ഐഡിയ. അപ്പൊ കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അപ്പം അനാവശ്യമായിട്ടൊന്നും കണ്ടില്ലെങ്കിൽ നമ്മൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയില്ല, ഞാന് ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സ്ഥിതിക്ക് അനുസരിച്ചുള്ള കാര്യം മാത്രമാണ് ചോദിച്ചത്, അല്ലാണ്ട് ഇപ്പൊ തനിയായിട്ടുള്ളതെന്നല്ല. അതായത് നമ്മള് താമസിക്കുന്ന ഏരിയ കുറച്ചൊരു അങ്ങനെയുള്ളൊരു ഏരിയ ആയതുകൊണ്ട്. ജസ്റ്റ് അവളിങ്ങനെ നോക്കും, ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ രണ്ടു ഭാഗത്തേക്ക് തിരിച്ചിങ്ങനെയൊക്കെ നോക്കും. പിന്നെ പൊട്ട് വെക്കും. ഇല്ല അങ്ങനെ കൊറേ നേരം ഒന്നും നിക്കില്ല. ഞാൻ ചെയ്യാറുണ്ടോന്നാ? നമ്മളാണെങ്കിലും അത് ചെയ്യാറില്ലേ? അപ്പം നമ്മൾ ചെയ്യുന്നതും ചിലപ്പോ കണ്ടിട്ടായിരിക്കാം അവള് ചെയ്യുന്നത്. സ്വയം നമ്മളെ തന്നെ ഒരു വിശകലനം ചെയ്യുമായിരിക്കാം. അതിനൊക്കെ അവർക്ക് പറ്റും. അമ്മ അതൊക്കെ ഭയങ്കര വിഷയമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് പറ്റാനാണെങ്കിൽ മോളോട് പറ്റുന്നോളൊന്ന് സംസാരിച്ച് നോക്കുക. എന്താ കണ്ണടി നോക്കുന്നത്, എന്ത് മുടി കെട്ടിയതാണോ നോക്കുന്നത്, ഡ്രസ്സ് ഇഷ്ടപ്പെട്ടതാണോ, മോളുടെ മുഖമാണോ, എന്താ നോക്കിയിട്ടുള്ളതൊക്കെ അമ്മ ഇൻഫോർമേഷൻ സംസാരിച്ച് നോക്കാം കേട്ടോ. പിന്നെ മാഡം, ഈ ഇന്നർ ഡ്രസ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അവള്. ഇപ്പൊ ഈ ടൈമിലാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ തനിയെ ഇടാറില്ല, ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലും എനിക്കത് വേണ്ട, അത് മാറ്റണം എന്ന് പറയും. അപ്പൊ ഞാൻ സ്കൂളിൽ ഇരിക്കുന്ന ടൈമിൽ മാത്രം ഇട്ട് കൊടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അത് അങ്ങനെ ചെയ്യുന്നത്, അതായത് അത് ഇടാനുള്ളൊരു വിമുഖത കാണിക്കുവോ? ഇന്നർ സ്കൂളിൽ ഇടാൻ താല്പര്യമാണ്? അല്ല, താല്പര്യമല്ല, ഞാനത് ഇടണം എങ്കിലേ കറക്റ്റ് ആവുള്ളൂ എന്നുള്ള ആ ഒരു കുറച്ചൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ വന്നിട്ട് വേണമെങ്കിൽ മാറ്റാട്ടോ എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് വന്ന ശേഷം മാറ്റി കൊടുക്കും. പിന്നെ അതുപോലെ സ്കൂളിൽ പോകുമ്പോ ഇട്ട് കൊടുക്കും. എന്തുകൊണ്ടാണ് അതിന്റെ ബുദ്ധിമുട്ട് കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ? അല്ല, ഇതുവരെ അത് ഇട്ടിട്ടില്ല. അപ്പൊ ആ ഇടുമ്പോഴുള്ള ആ ഒരു വിഷമമാണെന്ന് തോന്നുന്നുണ്ട്. അതെ. അപ്പൊ അത് അമ്മ എന്താ പറയാ, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ട്രൈ ചെയ്ത് ശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോ സ്കൂളിൽ പോകുമ്പോ അല്ലെ പുറത്ത് പോകുമ്പോ ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും ധരിച്ചേ പറ്റൂ എന്നുള്ളത്. അപ്പൊ അതൊരു കൺസിസ്റ്റൻസി പോയി കഴിയുമ്പം അതൊക്കെ മനസ്സിലായി. ഇത് ചില സാഹചര്യങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഇടേണ്ടത് തന്നെയാണെന്നുള്ളത്. അപ്പൊ ഏത് സാഹചര്യത്തിലാണ് എനിക്ക് ഇടേണ്ടതായിട്ട് ഇടാതിരിക്കുന്നത് ഫ്രീഡം കിട്ടുന്ന സാഹചര്യമാണ് അത് അമ്മ മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ സ്കൂളിൽ പോകുമ്പോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോ നിർബന്ധമായി ധരിച്ചേ പറ്റും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയ കുട്ടി അത് കൺസിസ്റ്റന്റ്ലി പൊക്കോളൂ, അതൊരു ശീലമായിക്കോളൂ. ഓക്കെ, താങ്ക് യു മാഡം. ഞാനൊരു കാര്യം കൂടി സംസാരിച്ചോട്ടെ? പറഞ്ഞോ സാറേ. ഇപ്പൊ എല്ലാരും പറയുന്നത് കുട്ടികളുടെ, ഞാൻ ഉൾപ്പെടെ പറഞ്ഞത് കുട്ടികളുടെ പഠനമായിട്ടും മാതാപിതാക്കൾ തകർന്ന അവസ്ഥകൾ കുറെ ഉണ്ട് സാറേ. എന്നാന്ന് വെച്ചാല് പെൻഷൻ തന്നെ 1 ലക്ഷം രൂപയ്ക്കുള്ള വരുമാനമുള്ള പെൻഷൻ നിർത്തലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടുന്ന കുറെ രക്ഷിതാക്കൾ ഈ കൂട്ടത്തിലുണ്ടാവും. അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായി, പെൻഷൻ പോലും നിർത്തിയ അവസ്ഥയുണ്ട്.
അതുകൊണ്ട് അതാരും പറയാഞ്ഞിട്ടാണ്. എല്ലാവരും കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുന്നതുകൊണ്ട് അതിലോട്ട് മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് പറയാത്തതാണ്. ഈ 1 ലക്ഷം രൂപയ്ക്കുള്ളിൽ വരുമാനമുള്ളവർക്ക് പെൻഷൻ ഇപ്പൊ നിർത്തലാക്കിയിരിക്കണം. ആ പെൻഷൻ കിട്ടത്തില്ല. അതും ഈ ഡിസബിലിറ്റി ഉള്ള എത്ര പെർസെന്റാണ് ഒരു കാര്യങ്ങൾ ഡേപ്പർ വാങ്ങിക്കുന്നതും അവർക്ക് ടാബ്ലറ്റ് വാങ്ങിക്കുന്നതും ഫിസിയോതെറാപ്പി ചെയ്യുന്നതും എല്ലാം കഷ്ടപ്പെട്ട് തന്നെ ചെയ്യുന്നു. അതും മാനസികമായിട്ട് വളരെയധികം പിരിമുറുക്കത്തിലുണ്ട് മാതാപിതാക്കൾ, ഞാൻ ഉൾപ്പെടെ. അതിനെ തരണം ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു പോം വഴി. ഓക്കെ, ഇതിപ്പോ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിനെ കുറിച്ച് STDയിൽ നമുക്ക് ഇൻഫോം ചെയ്യാൻ പറ്റും. അതിനുശേഷം അതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ മാഡം, ഓക്കെ മാഡം. ഓക്കെ, ശരി. നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ സെക്ഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സെക്ഷൻ കൈകാര്യം ചെയ്ത സിയാന മാഡത്തിനെയും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്ന് ഈ ചർച്ചയിൽ നമുക്ക് എക്സ്പെർട്ട് പാനലിൽ മെമ്പറായിട്ടുണ്ടായിരുന്ന ജീന മാഡം, അതുപോലെ സൈൻ ലാംഗ്വേജ് പരിഭാഷ ചെയ്ത ശാന്തി മാഡം എന്നിവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അടുത്ത നിഡാസിന്റെ സെക്ഷൻ സെക്ഷുവാലിറ്റി ആൻഡ് ഒക്കുപേഷണൽ തെറാപ്പി സ്ട്രാറ്റജീസ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്ന വിഷയത്തിൽ 2025 ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നടത്തപ്പെടുന്നതാണ്. ഈ മീറ്റിംഗിന്റെ കൂടുതൽ വിവരങ്ങൾ നിഡാസ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നന്ദി. സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു.